ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെർപ്പസ് വൈറസ് ആണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അതിൽ EBVയും കൂടെ ബാക്കിയുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യും കേട്ടോ. എപ്സ്റ്റീൻ ബാർ വൈറസ്. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ വൈറസും അതുപോലെ പാര ഇൻഫ്ലുവൻസ, മംസ്, RSV. അപ്പൊ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ മിക്സോ വൈറസസ്, ഈ പറഞ്ഞിട്ടുള്ള എല്ലാം, നമ്മൾ ഇന്ന് പറയുന്ന എല്ലാം മിക്സോ വൈറസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലായിരുന്നു. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. മിക്സോ വൈറസസ് ആണ് ഈ പറഞ്ഞ എല്ലാ വൈറസുകളും. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ട് ഇവരെ മിക്സോ വൈറസസ് എന്ന് പറയുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു റീസൺ. ഓക്കെ, ജസ്റ്റ് അത് എന്താന്നുള്ളത് മാത്രം. അതായത് ഈ ഒരു മിക്സോ എന്നുള്ളത് നമ്മളിപ്പോ ഈ പറഞ്ഞല്ലോ, ഇൻഫ്ലുവൻസ വൈറസ്, നമ്മൾ H1N1 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. പിന്നെ എന്താ പറയാ, നമ്മൾ പന്നിപ്പനി, പക്ഷിപ്പനി, H1N1 കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് ഫെമിലിയർ ആണ്. ഒരുപാട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അവിടെ റിപ്പോർട്ട് ചെയ്തു, ഇവിടെ റിപ്പോർട്ട് ചെയ്തു, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ആ വൈറസ് നമുക്ക് ഫെമിലിയർ ആണ്. അതുപോലെ തന്നെ മംസും നമുക്ക് ഒരുപാട് ഫെമിലിയർ ആണ്. നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ടാകാം, വീട്ടിലുള്ളവർക്ക് വന്നിട്ടുണ്ടാകാം, നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അത്രയും ഫെമിലിയർ ആയിട്ടുള്ളതാണ് മംസ്. അതുപോലെ തന്നെ പാര ഇൻഫ്ലുവൻസ, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, നമുക്ക് ആ പേര് ഫെമിലിയർ അല്ലെങ്കിലും അത് നമുക്ക് വന്നു പോയിട്ടുണ്ടാവും. കാരണം അത്രക്ക് കോമൺ ആണ് ഈ RSV ഒക്കെ. അപ്പൊ അത് ഒരു മീൻസ് ഒരു നല്ല ഒരു പെർസെന്റേജ് ആൾക്കാർക്കും വന്ന് പോയിട്ടുണ്ടാകുന്ന വൈറസ്. ആ പേര് നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മള് ഡേ ടു ഡേ ലൈഫിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വൈറസ് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവരൊക്കെ മിക്സോ വൈറസസ് ഗ്രൂപ്പിൽ വരുന്നതാണ്. അതായത് മിക്സോ എന്ന് വെച്ചാൽ ഒരു ഗ്രീക്ക് വേർഡ് ആണ്, മ്യൂസിൻ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഈ വൈറസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കുറെ വൈറോളജിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ എൻവലപ്പില് സ്പൈക്കുകൾ ഉണ്ട് അല്ലെ. എൻവലപ്പില് സ്പൈക്കുകൾ ഉണ്ട്, ഹീമഗ്ലൂട്ടിനിൻ, അതുപോലെ ന്യൂറാമിനിഡേസ് എന്നൊക്കെ പറഞ്ഞ സ്പൈക്കുകൾ ഉണ്ട് എന്നുള്ളത്. നല്ല അതിന്റെ മോർഫോളജി തന്നെ നല്ല മീൻസ് നല്ല ഭംഗിയാ കാണാന്, ആ സ്പൈക്കുകൾ ഉള്ളതുകൊണ്ട്. അപ്പൊ അത് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഫിഗർ ആണ്. സോ ഹീമഗ്ലൂട്ടിനിൻ അതുപോലെ ന്യൂറാമിനിഡേസ് എന്ന് പറഞ്ഞ സ്പൈക്സ് ഉണ്ട് ഇതിന്റെ സർഫസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ പെട്ട വൈറസുകള് നമ്മുടെ RBCന്റെ സർഫസിലുള്ള മ്യൂസിൻ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തിട്ട് അഗ്ലൂട്ടിനേഷൻ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ ഹീം അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, RBCന്റെ സർഫസിലുള്ള മ്യൂസിൻ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് RBCകളെ ക്ലംപ് ചെയ്തിട്ട് അഗ്ലൂട്ടിനേഷൻ ഉണ്ടാക്കും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ഇവർക്ക് കൊടുക്കുന്നത് ഈ വൈറസുകളുടെ മുകളിലുള്ള ഹീമഗ്ലൂട്ടിൻ എന്ന് പറഞ്ഞ സ്പൈക്കുകളാണ്. ഓക്കെ, അപ്പൊ ഈ മിക്സോ വൈറസിന്റെ ആ വേർഡ് മീനിങ് നിങ്ങൾ ഓർത്ത് വെക്കുക. മിക്സോ എന്ന് വെച്ചാൽ മ്യൂസിൻ എന്നാണ് അർത്ഥം. അതായത് RBCന്റെ സർഫസിലുള്ള മ്യൂസിൻ റിസപ്റ്ററുമായിട്ട് ഈ വൈറസുകൾ ബൈൻഡ് ചെയ്തിട്ട് ഹീമഗ്ലൂട്ടിനേഷൻ ഉണ്ടാക്കും എന്നുള്ള ആ ഒരു പോയിന്റ്. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ആണ്. നമ്മൾ ഈ മിക്സോ വൈറസുകളെ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർത്തോ മിക്സോ വിറിഡെ, പാരാ മിക്സോ വിറിഡെ. ഈ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നും നെഗ്ലക്ട് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതൊക്കെ ഓർത്തോ മിക്സോയിൽ വരുന്നു, ഏതൊക്കെ പാരാ മിക്സോയിൽ വരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഓർത്തോ മിക്സോ വിറിഡയിൽ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള വൈറസ്, അതായത് ഇൻഫ്ലുവൻസ വൈറസ് ഒക്കെ, ഇൻഫ്ലുവൻസ വൈറസ് വരുന്നത് ഓർത്തോ മിക്സോ വിറിഡയിലാണ്. ഓക്കെ, ഓർത്തോ മിക്സോ വിറിഡയിലാണ് ഇൻഫ്ലുവൻസ വൈറസ് വരുന്നത്. ഓക്കെ, പാരാമിക്സോ വിറിഡയിലാണ് പാരാ ഇൻഫ്ലുവൻസ, മംസ്, മീസിൽസ്, നിപ്പ, RSV, മെറ്റാന്യൂമോ വൈറസ് ഇതൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഓർത്തോമിക്സോൽ ഏതൊക്കെയാണ്, പാരാമിക്സോൽ ഏതൊക്കെയാണ്. അതുപോലെ ഷേപ്പ്, ഓർത്തോമിക്സ് അതായത് ഇൻഫ്ലുവൻസ വൈറസിന് സ്പെറിക്കൽ ഷേപ്പ് ആണ്. മറ്റ് വൈറസുകൾ പ്ലിയോമോർഫിക് മോർഫോളജിയാണ് കാണിക്കുന്നത്. അതുപോലെ ഇവരെല്ലാവരും RNA വൈറസുകളാണ്. ഓക്കെ, ഇവരൊക്കെ RNA വൈറസ് ആണ്. ഇൻഫ്ലുവൻസ് ആണെങ്കിലും മംസ് ആണെങ്കിലും ഒക്കെ RNA വൈറസ് ആണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് ഇൻഫ്ലുവൻസയുടെ RNA കഷ്ണം കഷ്ണമായിട്ടായിരിക്കും കിടക്കുന്നത്, പീസ് ആയിട്ട്. അതിനെ നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. സെഗ്മെന്റഡ് ആയിട്ടായിരിക്കും ഇൻഫ്ലുവൻസ വൈറസിന്റെ RNA കിടക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. സെഗ്മെന്റഡ് ആണ്. അതുപോലെ 8 പീസ് ആയിട്ടായിരിക്കും ഇൻഫ്ലുവൻസന്റെ RNA ആ സ്ട്രക്ചറിന്റെ ഏറ്റവും കോറിൽ നിൽക്കുന്നത്. ഇനി നമ്മൾ മംസിന്റെ മീസിൽസിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ലീനിയർ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അൺസെഗ്മെന്റഡ് ആയിട്ട്, അതായത് ഒറ്റ സിംഗിൾ പീസ് ആയിട്ടാണ് കിടക്കുക. അങ്ങനെ പീസ് ആയിട്ടല്ല, സിംഗിൾ പീസ് ആയിട്ടായിരിക്കും കിടക്കുക.
അതുപോലെ ആന്റിജനിക് വേരിയേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം H1N1 റിപ്പോർട്ട് ചെയ്തു. പിന്നെ അതുപോലെ അതിന് ചില ചേഞ്ചസ് വന്നിട്ട് അത് H3N2 H5 അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് എച്ചിന്റെ നമ്പറും എന്നിന്റെ നമ്പറും നമ്മൾ ഒരുപാട് അവിടെയും ഇവിടെയായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഒരുപാട് പാൻഡമിക്കുകൾ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതായത് ഈ ഇൻഫ്ലുവൻസ എന്ന് വെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ട് വാക്സിനേഷന് നമ്മൾ ഒരു ഷെഡ്യൂളിൽ വാക്സിനേഷൻ ഉൾപ്പെടുത്താൻ പോലും നമുക്ക് ഇൻഫ്ലുവൻസന്റെ കേസിൽ സാധിക്കില്ല. കാരണം ഭയങ്കര വേരിയേഷൻ വരുത്തുന്ന ഒരു വൈറസ് ആണ് ഇൻഫ്ലുവൻസ. ഓക്കെ, പെട്ടെന്ന് ആന്റിജനിക് വേരിയേഷൻ വരുത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാക്സിൻ നമ്മൾ ഒരു ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്സിൻ ആദ്യം നിർമ്മിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല ഇൻഫ്ലുവൻസന്റെ കാര്യത്തിൽ. അപ്പൊ ഏറ്റവും ആന്റിജനിക് വേരിയേഷൻ കാണുന്നത് ഇൻഫ്ലുവൻസ വൈറസിലാണ് എന്ന് മനസ്സിലാക്കുക. അത്ര വേരിയേഷൻ ഒന്നും കാണുന്നില്ല പാരാമിക്സോവിറിഡയിൽ വരുന്ന വൈറസുകൾ. മറ്റൊരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്നുള്ള സൈറ്റ്. RNA റെപ്ലിക്കേഷൻ നടക്കുന്നത് RNA വൈറസുകളെ സംബന്ധിച്ചിടത്തോളം റെപ്ലിക്കേഷൻ നടക്കുക സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷേ ഇൻഫ്ലുവൻസന്റെ കേസിൽ നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസന്റെ കേസിൽ അവിടെ വ്യത്യാസമുണ്ട്. ഒരു എക്സംഷൻ ഉണ്ട്, നമ്മൾ ആദ്യം പഠിച്ചതാണ്. അത് ന്യൂക്ലിയസ് ആണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. RNA റെപ്ലിക്കേഷന്റെ സൈറ്റ് ന്യൂക്ലിയസ് ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. മറ്റു വൈറസുകൾക്ക് അത് സൈറ്റോപ്ലാസം ആണ്. ഓക്കെ, അപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കി വെക്കുക. ഫാമിലി നെയിമും പഠിച്ചു വെക്കുക കേട്ടോ. ഇൻഫ്ലുവൻസ ആണ് ഓർത്തോമിക്സയിൽ വരുന്ന വൈറസ്, ബാക്കിയെല്ലാം പാരാമിക്സോൽ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ സ്ട്രക്ചർ. ഓക്കെ, അതാണ് ആ ഫസ്റ്റ് പിക്ചറിൽ ഇൻഫ്ലുവൻസയാണ് ഫസ്റ്റ് പിക്ചറിൽ. നമുക്ക് RNA ഇങ്ങനെ സെഗ്മെന്റ് ആയിട്ട് കഷ്ണമായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. ഇപ്പുറത്ത് ഒറ്റ സ്ട്രക്ചറിലാണ് RNA കിടക്കുന്നത്. അത് പാരാമിക്സോ ആണ് കേട്ടോ. രണ്ടാമത്തെ ഫിഗർ പാരാമിക്സോ ആണ്, ഒന്നാമത്തത് ഇൻഫ്ലുവൻസ. ഓക്കെ, സെഗ്മെന്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയിക് ആസിഡ് കാണാൻ പറ്റും ഫസ്റ്റ് വണ്ണിൽ. സെക്കൻഡ് വണ്ണ് മംസും മീസൽസും ഒക്കെ ലീനിയർ ആണ്. പിന്നെ നിങ്ങൾക്ക് ന്യൂറാമിനിഡേസ്, ഹീമഗ്ലൂട്ടിനിൻ പോലെയുള്ള സ്പൈക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സർഫസിൽ. ഓക്കെ, ഹീമഗ്ലൂട്ടിനിൻ, ന്യൂറാമിനിഡേസ്, സ്പൈക്ക് നിങ്ങൾക്ക് അതിന്റെ എൻവലപ്പിൽ കാണാൻ പറ്റും. അത്രയും നോക്കി വെച്ചാൽ മതി. സോ RNA is segmented in the first figure, it is influenza. In second figure, RNA is linear, it is seen in mumps, measles, etc. Then you can see hemagglutinin and neuraminidase spikes in the envelope. Okay, അപ്പൊ അത്രയും നോക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ ഓർത്തോമിക്സോവിറിഡയിലെ കുറച്ച് കാര്യങ്ങൾ പറയാണ്. അപ്പൊ അതിൽ നമ്മൾ വരുന്ന വൈറസ് ഇൻഫ്ലുവൻസ ആണെന്ന് പറഞ്ഞല്ലോ. ഇൻഫ്ലുവൻസ ഒരുപാട് എപ്പിഡമിക്സും പാൻഡമിക്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ്. മോർബിഡിറ്റി, മോർട്ടാലിറ്റി എല്ലാം ഉണ്ടാക്കുന്ന, നമ്മൾ ഗ്ലോബലി ഒരു വേൾഡ് വൈഡ് ആയിട്ട് മീൻസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ഇൻഫ്ലുവൻസ. ഓക്കെ, ഇൻഫ്ലുവൻസന്റെ മോർഫോളജി പറയുകയാണെങ്കിൽ അതിന് ആക്ച്വലി 4 ജനീറകൾ ഉണ്ട്. ഇൻഫ്ലുവൻസ എയും ബിയും സിയും ഡിയും ഉണ്ട്. പക്ഷെ ഡി ഹ്യൂമൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതല്ല. അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഇൻഫ്ലുവൻസ എയും ബിയും സിയും ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇൻഫ്ലുവൻസ 3 ജനീറ ഉണ്ട്, എയും ബിയും സിയും. പിന്നെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്ഫെറിക്കൽ ആണ് എന്നുള്ളത്. പിന്നെ അതിന്റെ ന്യൂക്ലിയോ കാപ്സിഡ് ഹെലിക്കൽ ആണ് അതിന്റെ ന്യൂക്ലിയോ കാപ്സിഡിന്റെ സിമെട്രി. പിന്നെ ഇതിന് എൻവലപ്പ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഇത് ഒരു എൻവലപ്ഡ് വൈറസ് ആണ്. എൻവലപ്പ് എന്ന ഹീമഗ്ലൂട്ടിനും അതുപോലെ ന്യൂറാമിനിഡേസും ഒക്കെ അറൈസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഇതൊരു എൻവലപ്ഡ് വൈറസ് ആണ്. അതുപോലെ എത്ര സെഗ്മെന്റ് ഉണ്ട് എന്നുള്ളത് നോക്കി വെക്കണം കേട്ടോ. ഇൻഫ്ലുവൻസ എയും ബിയും ആണെങ്കിൽ അതിന് 8 സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, അത് നോക്കി വെക്കണം നിർബന്ധമായിട്ടും. ഇൻഫ്ലുവൻസ എയും ബിക്കും 8 സെഗ്മെന്റ് ആണ് ഉള്ളത്. ഇൻഫ്ലുവൻസ സിക്ക് 7 സെഗ്മെന്റ് ആണ് ഉള്ളത്. ഓക്കെ, ആ ഒരു നമ്പറും നോക്കി വെക്കുക. 7 പീസ് ആയിട്ടായിരിക്കും RNA ഇൻഫ്ലുവൻസ സിന്റെ കേസിൽ, എന്റെയും ബിന്റെയും കേസിൽ 8 പീസ് ആയിട്ടായിരിക്കും ഉണ്ടാവും. ഇനി എവിടെയാണ് RNAന്റെ റെപ്ലിക്കേഷൻ നടക്കുക എന്നുള്ളത് അത് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിലാണെന്നുള്ളത്, അത് മാറിപ്പോകരുത്. പാരാമിക്സോവിറിഡേന്റെ കേസിൽ അത് സൈറ്റോപ്ലാസ് ആണ്. ഓക്കെ, ആ സൈറ്റ് മാറിപ്പോകരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇതിൽ ഉള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്നും നെഗ്ലക്ട് ചെയ്ത് പോകരുത്. പിന്നെ അതുപോലെ വൈറൽ പ്രോട്ടീൻസ് ഉണ്ട്. അത് എത്ര എണ്ണം എന്നുള്ളതൊന്ന് നോക്കി വെച്ചാൽ മതി. ഇൻഫ്ലുവൻസ വൈറസിന് 8 സ്ട്രക്ചറൽ പ്രോട്ടീനും 2 നോൺ സ്ട്രക്ചറൽ പ്രോട്ടീനും ആണുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണമെന്നില്ല. നിങ്ങൾ ഈ സെഗ്മെന്റിന്റെ നമ്പർ പഠിക്കുക.
ഓക്കെ, സോ ഇൻഫ്ലുവൻസ എ ബി 8 segments and 7 segments. എത്ര പ്രോട്ടീൻസ് ഉണ്ട് നോക്കുക. 8 സ്ട്രക്ചറൽ പ്രോട്ടീൻസും 2 നോൺ സ്ട്രക്ചറൽ പ്രോട്ടീൻസും. ദെൻ മൂവിങ് ഓൺ ടു എൻവലപ്പ്. അപ്പൊ നമ്മൾ എല്ലാ വൈറസിലും പറയുന്ന പോലെ ലിപ്പോ പ്രോട്ടീൻ ആണ് എൻവലപ്പ്. ലിപ്പിഡ് പാർട്ട് ഹോസ്റ്റ് സെല്ലിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. പ്രോട്ടീൻ പാർട്ട് വൈറസിന്റെ തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ സർഫസിൽ എന്തുണ്ട്, 2 പെപ്ലോമേഴ്സ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രയാങ്കുലർ ഷേപ്ഡ് ഹീമഗ്ലൂട്ടിനും ഓക്കെ, ട്രയാങ്കുലർ ഷേപ്ഡ് ഹീമഗ്ലൂട്ടിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രയാങ്കുലർ ഷേപ്പ് ആണത്. പ്ലസ് മഷ്റൂം ഷേപ്ഡ് ന്യൂറാമിനിഡേസ്. ഓക്കെ, മഷ്റൂം ഷേപ്ഡ് ന്യൂറാമിനിഡേസ്. ഈ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹീമഗ്ലൂട്ടിനിൻ അതുപോലെ ന്യൂറാമിനിഡേസ് 2 സ്പൈക്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹീമഗ്ലൂട്ടിൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീമഗ്ലൂട്ടിനിൻ ട്രയാങ്കുലർ ഷേപ്പ് ആണ്. ഈ ഹീമഗ്ലൂട്ടിനിന്റെ പ്രോപ്പർട്ടി ആണ് അത് RBCന്റെ സർഫസിലുള്ള സയാലിക് ആസിഡ് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് RBCന്റെ ക്ലംബിംഗ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഹീമഗ്ലൂട്ടിനിന്റെ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ഹീമഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം അത് ചെയ്യുന്നത് ഹീമഗ്ലൂട്ടിനിൻ സ്പൈക്ക് ആണ്. ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കി വെക്കുക. ട്രയാങ്കുലർ ഷേപ്പ് ആണ് ഹീമഗ്ലൂട്ടിനിന്. അതുപോലെ RBCന്റെ ക്ലംബിങ്ങിന് സഹായിക്കുന്നത് ഈ ഒരു പെപ്ലോമർ ആണ്. അത് RBCന്റെ സർഫസിലുള്ള സയാലിക് ആസിഡ് റിസപ്റ്റർ, അതിന് തന്നെയാണ് നമ്മൾ മ്യൂസിൻ റിസപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ ബൈൻഡ് ചെയ്തിട്ട് ക്ലംബിംഗ് ഉണ്ടാക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവരാണ് നമ്മുടെ, അതായത് ഈ വൈറസിന്റെ സർഫസിലുള്ള ഹീമഗ്ലൂട്ടിനിൻ സ്പൈക്ക് ആണ് നമ്മുടെ റെസ്പിറേറ്ററി എപ്പിത്തീലിയൽ സെല്ലിലുള്ള, അതായത് നമ്മുടെ വഴിയാണല്ലോ ഈ വൈറസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ റെസ്പിറേറ്ററി എപ്പിത്തീലിയൽ സെല്ലുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഹീമഗ്ലൂട്ടിനിൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വൈറസിനെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യാൻ സഹായിക്കുന്നത്. വൈറസ് ഓക്കെ, ഇപ്പൊ രണ്ടാമത്തത് ന്യൂറാമിനിഡേസ് ആണ്. രണ്ടാമതും നമ്മൾ ട്രയാങ്കുലർ ഷേപ്ഡ് ഹീമഗ്ലൂട്ടിനിൻ പറഞ്ഞു. രണ്ടാമത്തത് ന്യൂറാമിനിഡേസ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഷേപ്പ് നോക്കി വെക്കണം. മഷ്റൂം ഷേപ്പ് ആണ് ന്യൂറാമിനിഡേസിന്. മഷ്റൂം ഷേപ്പ് ആണ് ന്യൂറാമിനിഡേസിന്. അതുപോലെ ഹീമഗ്ലൂട്ടിനിനെ നോക്കുമ്പോൾ ന്യൂറാമിനിഡേസിന്റെ എണ്ണം കുറവാണ്. ഓക്കെ, ന്യൂറാമിനിഡേസിന്റെ എണ്ണം ഹീമഗ്ലൂട്ടിനെ സംബന്ധിച്ച് കുറവാണ്. അതുപോലെ ന്യൂറാമിനിഡേസ് എന്ന് വെച്ചാല് അത് ആക്ച്വലി സയാലിഡേസ് എൻസൈം ആണ്. അതൊരു എൻസൈം ആണ്. അപ്പൊ അതെന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഹീമഗ്ലൂട്ടിനിൻ ആയിട്ടുള്ള ബൈൻഡിങ്ങിനാണ് സഹായിക്കുന്നതെങ്കിൽ, അതുപോലെ റെസ്പിറേറ്ററി എപ്പിത്തീലിയൽ സെല്ലുമായിട്ട് ബൈൻഡിങ്ങിനാണ് സഹായിക്കുന്നതെങ്കിൽ, അവിടുന്ന് വൈറസിനെ ഡിറ്റാച്ച് ചെയ്ത് വേറെ സൈറ്റിലോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ന്യൂറാമിനിഡേസ്. അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ, ഈ ഒരു വൈറസിന് ഇൻഫെക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഹീമഗ്ലൂട്ടിനും വേണം, ന്യൂറാമിനിഡേസും വേണം. കാരണം ഹീമഗ്ലൂട്ടിനിൻ ഉണ്ടെങ്കിൽ അത് ഒരു സെല്ലുമായിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിൽക്കുകയുള്ളൂ. പക്ഷെ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പിന്നെ പുതിയ പുതിയ സെല്ലുകളെ ഇൻഫെക്ട് ചെയ്ത് പോവണമെങ്കിൽ അവിടെ ന്യൂറാമിനിഡേസിന്റെ സഹായം വൈറസിന് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ന്യൂറാമിനിഡേസ് ഇസ് എൻ എൻസൈം, ദാറ്റ് ഇസ് സയാലിഡേസ് എൻസൈം. അവരുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആ റിസപ്റ്റർ, ഹീമഗ്ലൂട്ടിനിൻ പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന ആ റിസപ്റ്റർ ഡീഗ്രേഡ് ചെയ്തിട്ട് അവിടുന്ന് ആ വൈറസിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. ഓക്കെ, അതായത് ഹീമഗ്ലൂട്ടിനേഷൻ ആണ് ഹീമഗ്ലൂട്ടിനിന്റെ പ്രോപ്പർട്ടി എങ്കിൽ അവിടുന്ന് അതിനെ ഡിസ്പ്ലേസ് ചെയ്യുക, RBC എന്നുള്ള അറ്റാച്ച്മെന്റ് ഒഴിവാക്കുക. അതാണ് ന്യൂറാമിനിഡേസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എല്യൂഷൻ എന്നുള്ള ഒരു വേർഡ് നോക്കി വെക്കുക കേട്ടോ. എല്യൂഷൻ അത് നോക്കി വെക്കുക. അത് ഡിസ്പ്ലേസ്മെന്റ് അതിനെ സഹായിക്കുന്ന ഒരു എൻസൈം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി എപ്പിത്തീലിയത്തിൽ നിന്നാണെങ്കിലും വൈറസിനെ അവിടുന്ന് റിലീസ് ചെയ്തിട്ട് മറ്റ് സെല്ലുകളെ എഫക്ട് ചെയ്യാൻ, അപ്പൊ അതുവഴി റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെ ഇങ്ങനെ അതിന്റെ പാസേജ്, അതിന്റെ മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നത് ന്യൂറാമിനിഡേസ് ആണ്. അപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കി വെക്കുക കേട്ടോ. എല്യൂഷൻ ഒക്കെ നോക്കി വെക്കുക. സയലിഡേസ് എൻസൈം ആണ് ന്യൂറാമിനിഡേസ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എല്യൂഷൻ ആണ് സഹായിക്കുന്നത്. വൈറസിന്റെ എൻട്രീനെയാണ് ഹീമഗ്ലൂട്ടിനിൻ നോക്കുന്നതെങ്കിൽ വൈറസിന്റെ സ്പ്രെഡിനെ നോക്കുന്ന ആള്
ന്യൂറാമിനിഡേസ് ആണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഹീമഗ്ലൂട്ടിന് ട്രയാങ്കുലർ ഷേപ്പ് ആണ്, വെറാസ് ന്യൂറാമിനിഡേസ് മഷ്റൂം ഷേപ്പ്. അത്രയും കാര്യങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, ഈ മോർഫോളജി ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ മോർഫോളജി? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ആന്റിജനിക് വേരിയേഷൻ. അപ്പൊ നമ്മൾ ആന്റിജന്റെ കാര്യം കുറെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് ആ വേരിയേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ H1N1 ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന്റെ വേരിയേഷന് ഒരുപാട് വേരിയേഷനുകൾ വരുന്നുണ്ട്. അപ്പൊ അത് നിർബന്ധമായിട്ടും ഈ ഒരു 2 ടേം നിങ്ങൾ അറിയണം. അപ്പൊ അത് എന്താന്നുള്ളതേ പറയുന്നുള്ളൂ കേട്ടോ. ആന്റിജനിക് ഡ്രിഫ്റ്റ് എന്താണ്, ആന്റിജനിക് ഷിഫ്റ്റ് എന്താണെന്നുള്ളത്, അത് മാത്രം. ഓക്കെ, അതൊന്നും നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പൊ ആന്റിജനിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ചുകളെയാണ് നമ്മൾ ആന്റിജനിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഹീമഗ്ലൂട്ടിനിൻ അതുപോലെ ന്യൂറാമിനിഡേസ് ജീനിലുള്ള പോയിന്റ് മ്യൂട്ടേഷൻ, ചെറിയ മ്യൂട്ടേഷനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു HANA, അതായത് ഹീമഗ്ലൂട്ടിനിൻ ന്യൂറാമിനിഡേസിന്റെ സൈറ്റുകളിൽ, ആ സൈറ്റുകളിൽ ചെറിയ അമിനോ ആസിഡിന്റെ അൾട്രേഷൻ വരും. ഓക്കെ, അങ്ങനെ വന്നിട്ട് അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പൊ ചെറിയ ചേഞ്ചിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഫ്ലുവൻസ എന്റെ കേസിലാണെങ്കിലും ബിന്റെ കേസിലാണെങ്കിലും ഈ ഒരു ചേഞ്ച് കാണും, പക്ഷെ അത്ര എവിഡന്റ് ആയിരിക്കില്ല. അപ്പൊ അത് ചെറിയ ചെറിയ ഔട്ട് ബ്രേക്സ്, അതുപോലെ ചെറിയ എപ്പിഡമിക്സ് ഒക്കെ, അത് മാത്രം. അല്ലാണ്ട് ചെറിയ ചെറിയ ഔട്ട് ബ്രേക്കുകൾ, പിന്നെ എപ്പിഡമിക്കും പീരിയോഡിക്, അതായത് മൈനർ എപ്പിഡമിക് മാത്രം. പാൻഡമിക് ഒന്നും സൃഷ്ടിക്കാൻ ഈ ഒരു ഡ്രിഫ്റ്റ് കൊണ്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഔട്ട് ബ്രേക്കും എപ്പിഡമിക്സും, ചെറിയ എപ്പിഡമിക്സും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ്. അതുപോലെ കുറച്ച് അതായത് ആന്റിജനിക് ഷിഫ്റ്റിനെക്കാളും കുറച്ചും കൂടി ഫ്രീക്വന്റ് ആയിട്ട് ഡ്രിഫ്റ്റ് സംഭവിക്കും എന്നുള്ളതാണ്. അതായത് ഒരു 2-3 വർഷം കൂടുമ്പോൾ ആന്റിജനിക് ഡ്രിഫ്റ്റ് സംഭവിച്ചിട്ട് ഇങ്ങനെ വൈറസ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കി വെക്കുക കേട്ടോ. പോയിന്റ് മ്യൂട്ടേഷൻ ആണ് സംഭവിക്കുന്നത്, ചെറിയ ചേഞ്ച് ആണ്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ച് ആണ്. ഇൻഫ്ലുവൻസ എയിലും ബിയിലും സംഭവിക്കാം കേട്ടോ. ഫ്രീക്വന്റ് ആയിട്ട്, ഷിഫ്റ്റിനെക്കാളും ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതാണ് ആന്റിജനിക് ഡ്രിഫ്റ്റ്. ഇനി ഷിഫ്റ്റ് എന്ന് വെച്ചാൽ മേജർ ചേഞ്ചിനെയാണ് നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ചില വൈറസുകൾ, അതായത് ഇൻഫ്ലുവൻസ വൈറസുകൾ, ഇപ്പം ചിലപ്പോ സ്വൈൻ വൈറസ്, ഇപ്പൊ പന്നി എന്നുള്ള വൈറസ്, അതുപോലെ ബേർഡ്സ് എന്നുള്ള വൈറസ്, അതെല്ലാം കൂടി ജനറ്റിക് റീഅസോർട്ട്മെന്റ്, ആ ഒരു ഡിഫറെന്റ് സ്വൈൻ എന്നുള്ളയും ഏവിയൻ എന്നുള്ളയും വൈറസ് എല്ലാം കൂടെ ജനറ്റിക് റീഅസോർട്ട്മെന്റ് നടന്നിട്ട് പുതിയ ഒരു വൈറസ് തന്നെ ഉണ്ടാവുക. ഓക്കെ, അതായത് ഫസ്റ്റ് വൈറസ് നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ആന്റിജനിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു മേജർ ചേഞ്ച് ആണ്. അവിടെ സംഭവിക്കുന്നത് ജനറ്റിക് റീഅസോർട്ട്മെന്റ് ആണെന്നുള്ള ഒരു ടേം ഓർത്ത് വെക്കുക കേട്ടോ. ജനറ്റിക് റീഅസോർട്ട്മെന്റ് ആണ്. ഇൻഫ്ലുവൻസ എയില് മാത്രമാണ് അത് സംഭവിച്ച് കണ്ടിട്ടുള്ളത്. ഇത് ചെറിയ ചെറിയ ഔട്ട് ബ്രേക്ക് അല്ല ഉണ്ടാക്കുന്നത്, പാൻഡമിക്കുകൾ സൃഷ്ടിക്കാൻ, അതുപോലെ മേജർ എപ്പിഡമിക്, അതായത് ഒരുപാട് പേരെ ഇൻഫെക്ട് ചെയ്യുന്ന ഇൻഫെക്ഷന്, ഒരു പ്രത്യേക ഏരിയയിൽ നടക്കുന്ന ഒരുപാട് ആൾക്കാരെ എഫക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മേജർ എപ്പിഡമിക് എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സംഭവിക്കുന്നതിനാണ് നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത്. അപ്പൊ ആന്റിജനിക് ഷിഫ്റ്റ് ആണ് പാൻഡമിക് ഉണ്ടാവാൻ കാരണം. അതിനൊരു എക്സാമ്പിൾ ആണ് 2009 ഉണ്ടായിട്ടുള്ള H1N1 പാൻഡമിക് എന്ന് പറയുന്നത്. 21st സെഞ്ചുറിയിലെ ആദ്യത്തെ ഇൻഫ്ലുവൻസ കാരണമുള്ള പാൻഡമിക് ആണ് H1N1. ഒരുപാട് കൺട്രീനെ എഫക്ട് ചെയ്ത് മോർട്ടാലിറ്റി, മോർബിഡിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാൻഡമിക് ആണ്. ഓക്കെ, സോ 2009 പാൻഡമിക്കിന് കാരണം ഈ ആന്റിജനിക് ഷിഫ്റ്റ് ആണ്. അപ്പൊ ഇത് അങ്ങനെ എപ്പോഴും സംഭവിക്കുന്നതല്ല, ഡ്രിഫ്റ്റിനെ പോലെ അത്ര ഫ്രീക്വന്റ് അല്ല. ഒരു 10 to 20 ഇയേഴ്സിലൊക്കെയാണ് ഈ ഷിഫ്റ്റ് സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പോ നമ്മളെ ബേർഡിന്റെ ഒരു സ്ട്രെയിൻ, ഏവിയൻ ഫ്ലൂ സ്ട്രെയിൻ, ബേർഡ് എന്നുള്ള ഇൻഫ്ലുവൻസ സ്ട്രെയിന്, അതുപോലെ ഹ്യൂമൺ എന്നുള്ള വേറൊരു ഇൻഫ്ലുവൻസ സ്ട്രെയിന്, ഇതെല്ലാം കൂടെ പിഗിലെത്തുമ്പോൾ, സ്വൈനിലെത്തുമ്പോൾ അവരിൽ ഉള്ള ഒരു സ്ട്രെയിൻ ഉണ്ടാവുമല്ലോ, ആ സ്ട്രെയിനും എല്ലാം കൂടെ, അതായത് ഒരു മിക്സിംഗ് വെസൽ ആണ് പിഗ്. ഈ പിഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ ഹ്യൂമൺ വൈറസിനാണെങ്കിലും ബേർഡിന്റെ വൈറസിനാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ബൈൻഡ് ചെയ്യാൻ തക്കതായിട്ടുള്ള റിസപ്റ്റർ ആരിലുണ്ട്, പിഗിലുണ്ട്. ഓക്കെ, ആ റിസപ്റ്റർ പിഗിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൈറസ് ഒക്കെ പിഗിൽ പോയിട്ട് സുഖമായിട്ട് അറ്റാച്ച് ചെയ്തോളും. അപ്പൊ എല്ലാ വൈറസുകളും കൂടെ തമ്മിൽ പരസ്പരം കാണാനുള്ള ഒരു വെസലായിട്ട് ആക്ട് ചെയ്യും പിഗ്.
അപ്പൊ മിക്സിംഗ് വെസൽ ആണ് ആക്ച്വലി പിഗ്. അപ്പൊ പിഗിൽ വെച്ചിട്ട് ഈ വൈറസുകളൊക്കെ നേരിൽ കാണുമ്പോൾ ദേ വിൽ അണ്ടർഗോ ജനറ്റിക് റീഅസോർട്ട്മെന്റ്. അങ്ങനെ നടന്നിട്ടാണ് അതിന്ന് ഉത്ഭവിച്ചിട്ടുള്ള വൈറസുകളാണ് ഈ പാൻഡമിക് ഉണ്ടാക്കുന്നത്. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ ഒന്നും നമ്മൾ എടുത്തുണ്ടാവില്ല, കാരണം പുതിയ സ്ട്രെയിൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ വാക്സിൻ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, വാക്സിൻ നിർമ്മിക്കേണ്ടി വരും. അപ്പൊ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി വാക്സിൻ ഉണ്ടാക്കുമ്പോഴേക്കും എങ്ങനെയായാലും ഒരുപാട് മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോഴേക്കും ഇത് ഒരുപാട് കൺട്രീസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയാണ് ഒരു പാൻഡമിക് ഉണ്ടാകുന്നത്. ഇപ്പൊ 2009 പാൻഡമിക് തന്നെ എബവ് 70 കൺട്രീസിനെ ഇൻഫെക്ട് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഈ ഒരു ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. ഇനി ഇതിന്റെ പെത്തോജനസിസ് പറയുകയാണെങ്കിൽ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എയറോസോൾ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഈ വൈറസിന്റെ ഹീമഗ്ലൂട്ടിനിൻ നമ്മുടെ സെല്ലിലുള്ള സയാലിക് ആസിഡ് റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് സിലിയേറ്റഡ് കൊളുമിനാർ എപ്പിത്തീലിയൽ സെല്ലാണ്. അപ്പൊ വൈറസ് നമ്മളുടെ റെസ്പിറേറ്ററി എപ്പിത്തീലിയത്തിലുള്ള എപ്പിത്തീലിയൽ സെല്ല് അല്ലെങ്കിൽ സയാലിക് ആസിഡ് റിസെപ്റ്റർ, അതിന്റെ സ്പെസിഫിക് റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും, അവിടെ ഇൻഫെക്ട് ചെയ്യും. എന്നിട്ട് ന്യൂറാമിനിഡേസിന്റെ സഹായത്തോടെ അത് മറ്റ് അഡ്ജസന്റ് സെല്ലുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവും. ഓക്കെ, അപ്പൊ അറ്റാച്ച്മെന്റിനെ സഹായിക്കുന്നത് ഹീമഗ്ലൂട്ടിനിൻ ആണ് വയ സയാലിക് ആസിഡ് റിസെപ്റ്റേഴ്സ്. അപ്പൊ ഇത് ആക്ച്വലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ്. ഇത് അങ്ങനെ LRT-ലോട്ട് അല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് അങ്ങനെ പോവാറില്ല. ബട്ട് റയർലി നമ്മുടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ഇത് ബാധിക്കാം. ഓക്കെ, ആൻഡ് റയർലി അത് ബ്ലഡിലോട്ട് പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള ഓർഗനെ ബാധിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് നമ്മള് എന്താ പറയാ റെസ്പിറേറ്ററി എപ്പിത്തീലിയത്തിൽ ഒരുപാട് നമ്മളെ മ്യൂക്കോസയിൽ ഒരുപാട് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും, അവിടെ എഡിമ ഉണ്ടാക്കും. നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് കാരണം അവിടെ സിംറ്റംസ് ഉണ്ടാകും. പ്ലസ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ ഒരു ബാക്ടീരിയയും കൂടി അവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻസ ഉണ്ടാക്കി കൊടുത്ത ഒരു റൂട്ടിലേക്ക് ബാക്ടീരിയയും കൂടി വരും, സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അത് പിന്നെ കുറച്ചും കൂടി വയലന്റ് ആയിട്ട് ന്യൂമോണിയ, അതായത് ഇൻഫ്ലുവൻസ പ്ലസ് ബാക്ടീരിയ ഈക്വൽ ടു ന്യൂമോണിയ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ കണ്ടീഷൻ കുറച്ചും കൂടി വേഴ്സൺ ആവും. ഓക്കെ, അപ്പൊ അതാണ് സംഭവിക്കുന്നത്. ആക്ച്വലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. ബട്ട് റയർലി ഇറ്റ് മേ ട്രാൻസ്മിറ്റ് ടു ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് വെരി റയർലി ഇറ്റ് ക്യാൻ ഇൻവോൾവ് എക്സ്ട്രാ പൾമോണറി സൈറ്റ്സ്. അങ്ങനെ. സോ ദാറ്റ് ഇസ് പെത്തോജനസിസ്. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ പറയാനുള്ള കാര്യം ഇറ്റ്സ് ഇൻക്യുബേഷൻ പീരിയഡ് വെരി വെരി ഇമ്പോർട്ടന്റ്. വിത്തിൻ ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ഫ്യൂ അവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും കുറവാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരിയഡ്. 18 to 72 hours is enough for the infection to get initiated. അപ്പോൾ അൺകോംപ്ലിക്കേറ്റഡ് ഇൻഫ്ലുവൻസ ആണ് കോമൺ ആയിട്ടും വരുന്ന ഒരു കാര്യം. അതായത് ചില ആൾക്കാർ ഈ ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അസിംറ്റമാറ്റിക് ആയിരിക്കും, എല്ലാവരും സിംറ്റം കാണിച്ചുകൊണ്ടിരിക്കണം എന്നില്ല. ആൻഡ് സം മേ ഡെവലപ്പ് മൈനർ അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ്. നമുക്കൊരു ജലദോഷപ്പനി വരുന്ന പോലെയുള്ള നമുക്ക് ചിൽസ്, അതുപോലെ തലവേദന, കഫ്, ഫീവർ, മസിൽ പെയിൻ, അനോറക്സിയ പോലെയുള്ള നമ്മള് ആ ഒരു ബേസിക് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് വരും. ആൻഡ് ഇറ്റ് ഇസ് സെൽഫ് ലിമിറ്റിംഗ്. അപ്പൊ ആ ഒരു രീതിയിൽ ഒതുങ്ങാം. ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് അൺകോംപ്ലിക്കേറ്റഡ് ഇൻഫ്ലുവൻസ ഓർ ഫ്ലൂ സിൻഡ്രോം. ചില കേസുകളിൽ ന്യൂമോണിയ സംഭവിക്കാം. ഏറ്റവും കോമൺ ആയിട്ട് ന്യൂമോണിയ എന്ന് വെച്ചാൽ ഈ ഇൻഫ്ലുവൻസ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ, ആ ഒരു ഡിസ്ട്രക്ഷൻ ടൈമില് ബാക്ടീരിയ കയറിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. അങ്ങനെ ബാക്ടീരിയ ന്യൂമോണിയ ഉണ്ടാക്കുന്നതായിട്ടാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. എസ്പെഷ്യലി ദ ബാക്ടീരിയൽ ഏജന്റ്സ് ഇൻക്ലൂഡ് സ്റ്റെഫൈലോകോക്കൈ, ന്യൂമോകോക്കൈ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. അപ്പൊ ഈ ഒരു ഇൻഫ്ലുവൻസ വൈറസ് തന്നെ കാരണമായിട്ടുള്ള ന്യൂമോണിയ റയർ ആണ്. ആ ബാക്ടീരിയ വന്നിട്ടാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. സോ ഒരു വൈറസും സെക്കൻഡറി ആയിട്ട് വരുന്ന ബാക്ടീരിയയും കൂടി ന്യൂമോണിയ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. മോസ്റ്റ് കോമൺ കോ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിട്ട് കാണുന്നത് ഇറ്റ് ഇസ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ഓക്കെ, സോ ന്യൂമോണിയ ആണ് കോംപ്ലിക്കേഷൻ. ഇനി മറ്റ് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ക്രോണിക് പൾമോണറി ഡിസീസ് ഉണ്ടെങ്കിൽ അത് വേഴ്സൺഡ് ആവാം. അതുപോലെ നമുക്ക് അണ്ടർലൈൻ ബ്രോങ്കൈറ്റിസോ ആസ്മ ഒക്കെ ഉണ്ടെങ്കിൽ അത് എക്സസർബേഷൻ അതും കുറച്ചും കൂടി ഒന്ന് വേഴ്സൺഡ് ആവാം. ആൻഡ് റെയർ സിൻഡ്രോം, നമ്മൾ ആസ്പിരിൻ നമ്മൾ പലയിടത്തുമായിട്ട് കേട്ടിട്ടുണ്ടാകും, ആസ്പിരിൻ എടുക്കുന്ന ആൾക്കാരിലുള്ള ഫാറ്റി ഡിജനറേഷൻ ഓഫ് ലിവർ. അപ്പൊ അതും ട്രിഗർ ചെയ്യാം ഇൻഫ്ലുവൻസ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷനിൽ വരുന്നത്. എസ്പെഷ്യലി അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ് ആണ് ഇൻ മോസ്റ്റ് കേസസ്, and rarely it may get into complication like pneumonia, especially when secondary bacterial infection occurs.
അപ്പൊ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്തായാലും കുട്ടികളാണെങ്കിലും ഓൾഡ് ഏജ് ആണെങ്കിലും ഒരു റിസ്ക് ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ വാക്സിൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ വാക്സിൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ഈ ഒരു ടീമിനെയാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ അണ്ടർലൈൻ എന്തെങ്കിലും ഓർഗൻ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക്, ഓൾസോ ഇമ്മ്യൂണിറ്റി ലോ ആയിട്ടുള്ള ലൈക്ക് HIV അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഇത് ഹൈ റിസ്ക് ഗ്രൂപ്പാണ്. സോ വാക്സിനേഷൻ ഫോക്കസസ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ്. ഇനി എപ്പിഡമിയോളജിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല. ആ ഒരു പാൻഡമിക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും സ്പാനിഷ് ഫ്ലൂ, ഏഷ്യൻ ഫ്ലൂ, അതുപോലെ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന 2009-2010 വന്ന H1N1 പാൻഡമിക്. അപ്പൊ ആ ഒരു ഇയർ, അതായത് സ്പാനിഷ് ഫ്ലൂ വന്ന ഇയർ 1918, 1919, ഏഷ്യൻ ഫ്ലൂ വന്ന ഇയർ 57, 58 ആ ഒരു ടൈമില്. അപ്പൊ ഈ ഒരു പാൻഡമിക്, സിവിയർ പാൻഡമിക്കുകളുടെ പേരും ആ ഒരു ഇയറും നിങ്ങൾ നോക്കി വെച്ചാൽ മതി. Okay, so that's enough in case of epidemiology. The recent pandemic in 21st century, the first pandemic occurred in between 2009-10 due to H1N1. Okay, ഇനി ഏവിയൻ ഫ്ലൂ. ഏവിയൻ ഫ്ലൂ ബേർഡിലുള്ള ഇൻഫ്ലുവൻസ, ഇവരാണ് ഏറ്റവും ഡേഞ്ചർ. ഇവര് ഭയങ്കര വിറുലന്റ് ആണ്. ഈ ഏവിയൻ ഫ്ലൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതായത് നമുക്കിപ്പോ ഒരു ഹ്യൂമൺ ഇൻഫ്ലുവൻസ വൈറസ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് ചിലപ്പോൾ 0.something ആയിരിക്കും. ഒരു 2.5%. ഇപ്പൊ 2009 പാൻഡമിക് ഒക്കെ 2.something ആണ് അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് പറയുന്നത്. അതായത് നമ്മൾ കമ്പാരിറ്റീവ്ലി നെഗ്ലിജിബിൾ ആണ് അല്ലെ. 2.5% മോർട്ടാലിറ്റി കമ്പാരിറ്റീവ്ലി നെഗ്ലിജിബിൾ ആണ്. പക്ഷേ ഏവിയൻ ഫ്ലൂവിന്റെ മോർട്ടാലിറ്റി ഇസ് വെരി ഹൈ. ഗ്രേറ്റർ ദാൻ 60% ഒക്കെയാണ് അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഏവിയൻ ഫ്ലൂ എന്ന് വെച്ചാല് ബേർഡ് ആണ് അതിന്റെ പ്രൈമറി റിസർവോയർ. അപ്പൊ ഇനി 16H ടൈപ്പ്, അതായത് ഹീമഗ്ലൂട്ടിനിൻ 16 ടൈപ്പും ന്യൂറാമിനിഡേസിന്റെ 9 ടൈപ്പും ഈ ബേർഡിൽ കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഒന്നും ഹ്യൂമണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. ഹ്യൂമണിലേക്ക് ഇവർ കൊടുക്കുന്നത് ഏതൊക്കെയാന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. അതായത് H1, H2, H3, H5 ഇതാണ് ഹ്യൂമണിലേക്ക് പോകുന്ന ഹീമഗ്ലൂട്ടിൻ ടൈപ്പുകൾ. ഓക്കെ, ഇപ്പൊ H1N1 നമ്മൾ പറയുന്നത് എന്താണ്? ഹീമഗ്ലൂട്ടിനിൻ 1ഉം ന്യൂറാമിനിഡേസ് 1ഉം. അതിനെയാണ് നമ്മൾ H1N1 എന്ന് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറിയിട്ട് വരും, കാരണം അത്രയും ടൈപ്പുകൾ ഉണ്ട് H-ഉം N-ഉം. ഓക്കെ, സോ ഏതൊക്കെ സബ് ടൈപ്പ് ആണ് ബേർഡിൽ നിന്ന് ഹ്യൂമണിലേക്ക് പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ ഈ ഏവിയൻ ഫ്ലൂ എന്തുകൊണ്ടാണ് ഹൈലി വിറുലന്റ് എന്ന് പറയുന്നത് വെച്ചാൽ ആ പ്രോട്ടീന്റെ പേര് നിങ്ങൾ നോക്കി വെക്കുക. PB1F2 എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ. ഓക്കെ, ഈ ഒരു പ്രോട്ടീന് ആർക്കുണ്ട്? ഏവിയൻ ഫ്ലൂവിന്റെ സ്ട്രെയിനുകൾക്കുണ്ട്. അത് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയ, എന്നിട്ട് അന്ന് സെൽ ഡെത്ത്, അപ്പോപ്റ്റോസിസ് ആണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് ആ മൈറ്റോകോൺട്രിയനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീന് ഇവരിൽ പ്രസന്റ് ആയതുകൊണ്ട് ഏവിയൻ ഫ്ലൂ സ്ട്രെയിൻസ് ആർ ഹൈലി വിറുലന്റ്. സോ ഇറ്റ് പോസസ് PB1F2 പ്രോട്ടീൻ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. സോ ദാറ്റ് ഇസ് അബൌട്ട് ഏവിയൻ ഫ്ലൂ. അതേപോലെ നമുക്കറിയാം ഈ ഏവിയൻ ഫ്ലൂ ചിക്കൻസ്, ടെർക്കീസിനൊക്കെ ഹൈലി ലീറ്റൽ ആണ്. ഇപ്പൊ നമ്മളിപ്പം ബേർഡിനോ അല്ലെങ്കിൽ ഒരു ഫാമിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മൊത്തത്തിൽ കൊന്നൊടുക്കും. ഇത്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫാമിലുള്ള നമ്മൾ ഈ പൗൾട്രി ഒക്കെ നമ്മൾ കില്ല് ചെയ്യുന്നത് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിവിയർ ആയിട്ടുള്ള മോർട്ടാലിറ്റി ഈ ചിക്കൻസിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇവര് ഹൈ എക്കണോമിക് ലോസ് സൃഷ്ടിക്കുന്ന ഒരു വൈറസ് ആണ്. പിന്നെ അറിയാലോ, നമ്മളിൽ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേക പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് അവര് ഈ ഒരു ഈ ഒരു പൗൾട്രിയിലുള്ള ബേർഡ്സിനെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ബേർഡ്സിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഫീസസിലൂടെ വാട്ടറിലേക്ക് ഷെഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് ഹൈലി വിറുലന്റ് ആൻഡ് ഹൈലി ഡേഞ്ചറസ്. ഓക്കെ, ദാറ്റ് ഇസ് ഏവിയൻ ഫ്ലൂ വൈറസ്. സോ ഏവിയൻ ഫ്ലൂ ഒരു ഫാമിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരുപാട് ബേർഡ്സിനെ മീൻസ് ഈ ഒരു ഇത്രയും കിലോമീറ്റർ ഉള്ള എല്ലാവരെയും കില്ല് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. സോ ഇറ്റ് കോസസ് ഹൈ എക്കണോമിക് ലോസ് ഇഫ് ഇറ്റ് ഒക്കേഴ്സ്. ഇനി ഏവിയൻ ഫ്ലൂ ഏറ്റവും ഇപ്പം ടിൽ ഡേറ്റ് ഇത് ഈ ഏവിയൻ ഫ്ലൂ കാരണമുള്ള പ്രശ്നം, ഏവിയൻ ഫ്ലൂവിന്റെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് റീഅസോർട്ട്മെന്റ്. നമ്മൾ നേരത്തെ
ജനറ്റിക് റീഅസോർട്ട്മെന്റ്. അപ്പൊ അത് കൂടെ പിഗില് മിക്സ് ആവുക. ഓക്കെ, പിഗില് മിക്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ ഓക്കെ, സോ മിക്സിംഗ് വെസലസ് പിഗ്, അങ്ങനെ പിഗില് ഈ ഒരു റീഅസോർട്ട്മെന്റ് നടന്നിട്ടാണ് ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇന്റർമീഡിയറ്റ് ഇപ്പൊ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ആ, ഓക്കെ ഓക്കെ. സോ ഏവിയൻ ഫ്ലൂ ഹ്യൂമൻസിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ ആ ഒരു പാൻഡമിക്കിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസന്റെ പാൻഡമിക്കിനൊക്കെ കാരണം ജനറ്റിക് റീഅസോർട്ട്മെന്റ് ആണ്. എസ്പെഷ്യലി അത് പിഗിലാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഏവിയൻ ഫ്ലൂന്റെ, ഏവിയൻ വൈറസിന്റെ അല്ലെങ്കിൽ ബേർഡ് വൈറസിന്റെ സാന്നിധ്യം കൂടി ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ മിക്സ് ആകും, പുതിയൊരു സ്ട്രെയിന് വരും, അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ വേൾഡിൽ, അതായത് ഇപ്പം നമ്മളിപ്പോ ഒരു പാസ്റ്റ് 15 ഇയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏവിയൻ ഫ്ലൂ സ്ട്രെയിൻ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസ എ ടൈപ്പ് H5N1. ഓക്കെ, H5N1 ആണ് ഏറ്റവും കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഏവിയൻ ഫ്ലൂവിന്റെ ടൈപ്പ്. അത് ഒറിജിനേറ്റ് ചെയ്തത് ഹോങ്കോങ്ങിൽ 1997 പിന്നെ ഇന്ത്യയിലടക്കം റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അത് നോക്കി വെക്കുക കേട്ടോ, ഏത് ഏവിയൻ ഫ്ലൂ സ്ട്രെയിൻ ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്, അത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത കൺട്രി ആൻഡ് ഇയർ. സോ ഏവിയൻ ഫ്ലൂ ഡസ് ഹൈലി വിറുലന്റ്, ഏത് പ്രോട്ടീൻ ആണെന്നുള്ളത് നോക്കുക. ഹൗ ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ജനറ്റിക് റീഅസോർട്ട്മെന്റ് ആൻഡ് ദ സ്ട്രെയിൻ വിച്ച് ഇസ് വെരി കോമണേഴ്സ് of influenza A type, that is H5N1. So this is the mechanism of reassortment. ആന്റിജനിക് ഷിഫ്റ്റ് ആണ്, അതായത് മേജർ ചേഞ്ച് ആണ് നടക്കുന്നത്. ഒരു ബേർഡിന്റെ സ്ട്രെയിനും ഒരു ഇൻഫ്ലുവൻസ ഫ്രം ഹ്യൂമൻ സ്ട്രെയിൻ, the reassortment occurs in a swine, pig and a new virus is formed. Okay, so that occurs. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻസിൽ ഏവിയൻ വന്നു കഴിഞ്ഞാല് ഹ്യൂമണില് ഏവിയൻ ഫ്ലൂ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാല് ഹൈ മോർട്ടാലിറ്റി ഉണ്ടാകും. ഓക്കെ, അതായത് ന്യൂമോണിയ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റു ഓർഗനെയും ഇത് ബാധിക്കാം. സാധാ ഹ്യൂമൺ ഇൻഫ്ലുവൻസ പോലെയല്ല, ഡയറിയ, CNS ബാധിക്കും. ഓക്കെ, സോ H5N1 ആണ് ഏറ്റവും കോമൺ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസുകളാണ് AH7N7, AH9N2, AH7N9. ഓക്കെ, ഇത്രയും ഈ വൈറസുകളൊക്കെ ഏവിയനിൽ പെട്ടതാണ് കേട്ടോ. ഇത് പഠിച്ചില്ലെങ്കിലും H5N1 എന്നുള്ളത് നോക്കി വെക്കുക. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ഏവിയൻ ഫ്ലൂ. ആൻഡ് മൂവിങ് ഓൺ ടു ലാബ് ഡയഗ്നോസിസ്. അപ്പൊ നമ്മൾ ഏവിയൻ ഫ്ലൂന്റെ കേസ് പറയുകയാണെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ റിയൽ ടൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR ആണ് നമ്മൾ ചെയ്യുന്നത് ഫോർ ഡിറ്റക്ടിങ് HA ആൻഡ് NA ജീൻസ്. ഇനി H1N1 ഇൻ ഇന്ത്യ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2009 ഒരു പാൻഡമിക് വന്നിട്ടുണ്ട് H1N1 കാരണം. ഓക്കെ, പിന്നെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സീസണൽ ആയിട്ട് അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഇവിടെയൊക്കെ സ്പൊറാഡിക് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ ഒരു കേസ് ഉണ്ടാകുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഡിസംബർ ജനുവരി, ആ ഒരു വിന്റർ സീസണിലാണ് ഈ ഒരു ഔട്ട്ബ്രേക്കുകൾ മെയിൻ ആയിട്ടും ഉണ്ടാകുന്നത്. ഇനി H1N1 ക്ലിനിക്കൽ ഫീച്ചർ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻഫ്ലുവൻസ, ചെറിയ ഒരു റെസ്പിറേറ്ററി ഇൽനെസ്, അതുപോലെ ഡയറിയ, അങ്ങനെയൊക്കെയാണ് അൺകോംപ്ലിക്കേറ്റഡ് ഇൻഫ്ലുവൻസ. അതായത് H1N1 കേട്ടോ. H1N1 കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ന്യൂമോണിയ, അതുപോലെ എക്സ്ട്രാ പൾമോണറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്നത്, അതായത് CNS ഇൻവോൾവ്മെന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏവിയൻ ടൈപ്പിലാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കോംപ്ലിക്കേഷൻ ഉണ്ടാകാം, പ്രത്യേകിച്ച് ഹൈ റിസ്ക് ഗ്രൂപ്പ്. ക്ലിയർ ആണോ? ഹൈ റിസ്ക് ഗ്രൂപ്പിൽ
ക്ലിയർ ആണോ? ബ്രേക്ക് ആവുന്നുണ്ടോ? അപ്പോ ബ്രേക്ക് ആയി. ഇപ്പൊ കുഴപ്പമില്ല മാം. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. ഓക്കെ, സോ ചില കേസുകളിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും, പ്രത്യേകിച്ച് ഹൈ റിസ്ക് ഗ്രൂപ്പുകളിൽ പ്രശ്നം ഉണ്ടാക്കും. അതായത് ന്യൂമോണിയ അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനെ ഇൻഫെക്ട് ചെയ്യാം, മറ്റു ഓർഗനെ ബാധിക്കാനുള്ള കേസ് വരെയുണ്ട്. സോ സിവിയർ ഇൻഫ്ലുവൻസ പ്രത്യേകിച്ച് സംഭവിക്കുന്നത് ഹൈ റിസ്ക് ഗ്രൂപ്പുകളിലാണ്. ഇനി ഒരു കാറ്റഗറൈസേഷൻ പറയാം. അതായത് ജസ്റ്റ് കുറച്ച് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആർക്കാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്, ഹോസ്പിറ്റലൈസേഷൻ വേണ്ടത്, അങ്ങനെ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇഷ്യൂ ചെയ്തതാണ്. സോ ദിസ് ഇസ് ദി കാറ്റഗറി. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് സിമ്പിൾ ആണ്, ചെറിയ കാര്യമുള്ളൂ. 3 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മളെ ഈ ഒരു ആൾക്കാരെ. അതായത് ഞാൻ പറഞ്ഞുതരാം. കാറ്റഗറി എ ആണെങ്കിൽ, അതായത് ഇപ്പൊ ഒരാൾക്ക് ചെറിയൊരു പനി, അതുപോലെ തൊണ്ടവേദന, ചിലപ്പോ അയാൾക്ക് ബോഡി പെയിനോ തലവേദനയോ, ചിലപ്പോൾ മാത്രം മീൻസ് വൊമിറ്റിങ്ങോ ഡയറിയോ ഒക്കെ, അല്ലെങ്കിൽ ചെറിയ പനി മാത്രം, അല്ലെങ്കിൽ തൊണ്ടവേദന മാത്രം. അപ്പൊ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, എന്താണ് അയാൾക്ക് ഒരു ഗൈഡ് ലൈൻ, പ്രത്യേകിച്ച് ആ ഒരു ഇൻഫ്ലുവൻസ ഔട്ട്ബ്രേക്കിന്റെ ഒരു സമയത്താണ് ഇങ്ങനെ ഒരാൾ വരുന്നത് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരാൾ ഹോസ്പിറ്റലിൽ വന്നു, അപ്പൊ അയാൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സിംറ്റം ആ ഒരു ടൈമിൽ ഒരാൾ പ്രസന്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് പോയിട്ട് H1N1 ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മൾ ഈ ഒരു സിംറ്റം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾക്ക് ആന്റിവൈറൽ ഡ്രഗ് കൊടുക്കൊന്നുമില്ല. ഓക്കെ, എന്താണോ അയാൾക്കുള്ള ബുദ്ധിമുട്ട്, പനിയാണെങ്കിൽ അതിനുള്ളത്, ബോഡി പെയിൻ ആണെങ്കിൽ അങ്ങനെ, ഇനി ഡയറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് മാത്രം കൊടുക്കും. പിന്നെ പേഷ്യന്റിനെ നമ്മൾ എങ്ങനെയായാലും ഒന്ന് അവർ ഐസൊലേറ്റ് ചെയ്യണം അല്ലെ. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പബ്ലിക്കൊന്നും, അതുപോലെ വീട്ടിൽ ഇനി ഹൈ റിസ്ക് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിന്നൊക്കെ ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ പറയും, അത്രമാത്രം. അല്ലാണ്ട് നമ്മൾ ഈ ഒരു സിംറ്റം ഉണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യില്ല. കാരണം ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇറക്കിയിട്ടില്ലെങ്കിൽ H1N1 ടെസ്റ്റ് ചെയ്യേണ്ട സാമഗ്രികളൊക്കെ ഇത്ര സ്റ്റോക്ക് എന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പൊ എങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പാൻഡമിക് അല്ലെങ്കിൽ ഒരു എപ്പിഡമിക്കോ വരുവാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ ഒരു നമ്മുടെ കൺട്രി റെഡി ആയിരിക്കണം. അപ്പൊ അതിനുള്ള സ്റ്റോക്ക് എങ്ങനെയായാലും കൺട്രിയിൽ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പീരീഡ്, ആ ഒരു സീസൺ ആവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഇങ്ങനെ ഒരു റെഗുലേഷൻ ഒന്നും ഇറക്കാണ്ട് ഇങ്ങനെ നമ്മൾ ഒന്നും ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ ഈ ഹൈ റിസ്ക് ഗ്രൂപ്പുകാരെ ടെസ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് പോലും നമ്മുടെ ലാബുകളിൽ ഇല്ലാണ്ടാകും അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഗൈഡ് ലൈന് അതൊക്കെ കൂടെ മുന്നിൽ കണ്ടിട്ടാണ് ഇറക്കുന്നത്. ഓക്കെ, സോ എക്കണോമിക് ലോസ് ഉണ്ടാവരുത്, പ്ലസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രൈമറി സ്റ്റോക്ക് എങ്കിലും നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളത് വെച്ചിട്ട്. ഇനി കാറ്റഗറി ബി ഗ്രൂപ്പ് ആണെങ്കിൽ ഈ കാറ്റഗറി എയിലുള്ള സിംറ്റം ഉണ്ടാകും, പ്ലസ് ചിലപ്പോൾ അയാൾക്ക് നല്ല പനിയായിരിക്കും, നല്ല തൊണ്ടവേദന ഉണ്ടാകും, അല്ലെങ്കിൽ ആ ആള് എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ഉള്ള ആളാണ്, കുട്ടിയാണ്, അല്ലെങ്കിൽ നല്ല ഏജ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളോ എന്തെങ്കിലും ഓർഗൻ പ്രശ്നമുള്ള ആളാണെങ്കിൽ, ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സിംറ്റം, ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ അതിനുള്ള ചികിത്സ കൊടുക്കും, പ്ലസ് അവർക്ക് നമ്മൾ കണ്ടീഷൻ ഒക്കെ നോക്കിയിട്ട് ആന്റിവൈറൽ ഡ്രഗും കൂടെ കൊടുക്കും. ഓക്കെ, അവരുടെ നമ്മൾ ബ്ലഡ് കൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു പ്രൈമറി ആയിട്ട് നമ്മൾ ലാബ് ടെസ്റ്റിംഗ് എല്ലാം ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ ആന്റിവൈറൽ ഡ്രഗും കൂടെ കൊടുക്കും. കാരണം ആന്റിവൈറൽ ഡ്രഗ് നമ്മൾ ഡിസീസിന്റെ ഏതെങ്കിലും സ്റ്റേജിൽ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു ആന്റിവൈറൽ ഡ്രഗ് അത് ഫലിക്കണമെങ്കിൽ നമ്മൾ ഇൻഫെക്ഷന്റെ ഫസ്റ്റ് സ്റ്റേജിലായിട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ റിസ്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആന്റിവൈറൽ ഡ്രഗ് കൊടുക്കും. പിന്നെ നമ്മൾ പേഷ്യന്റിന് എന്തായാലും ഐസൊലേറ്റ് ചെയ്യാനായിട്ട് പറയും, വീട്ടിൽ തന്നെ പബ്ലിക്കുമായിട്ടോ ഹൈ റിസ്ക് ഗ്രൂപ്പുമായിട്ടോ കോണ്ടാക്ട് വരിക. അതാണ് കാറ്റഗറി ബി. ഇനി കാറ്റഗറി സി പറയുകയാണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്, അതായത് ബി കണ്ടീഷൻ ഒക്കെ ഉണ്ട്, പ്ലസ് ഈ 3-ൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ. ഓക്കെ, അതായത് ആൾക്ക് ഈ ശ്വാസത്തിന് ബുദ്ധിമുട്ട്, അതുപോലെ ചെസ്റ്റ് പെയിന്, BP കുറയുക, സ്പ്യൂട്ടത്തിൽ ബ്ലഡ്, നെയില് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ചിൽഡ്രൻ കുട്ടികളില്
ഇപ്പം ചെറിയ കുട്ടികളിൽ ഫീഡിങ് പ്രശ്നമാവുക, കൺവൽഷന്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരിക, അതുപോലെ എന്തെങ്കിലും ക്രോണിക് പൾമോണറി കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് അത് വേഴ്സൻഡ് ആവുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ കുറച്ചും കൂടി ഗൗരവമായിട്ട് നമ്മൾ കാറ്റഗറി സീൻ എടുക്കണം. കാരണം അവർക്ക് ചെറിയ സിംറ്റംസ് ഒന്നും അല്ല വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്തായാലും H1N1 ലാബ് ടെസ്റ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. പ്ലസ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒസെൽറ്റാമവിർ ആന്റിവൈറൽ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യും, ലാബ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യാണ്ട്. കാരണം അതിന്റെ എഫിഷ്യൻസി കിട്ടണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എല്ലാ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷനും എടുത്തിട്ട് ആളെ ഐസൊലേറ്റ് ചെയ്യും. എന്തായാലും ഹോസ്പിറ്റലിൽ ആയിരിക്കുമല്ലോ, സോ എല്ലാ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷനും എടുത്തിട്ട് ആളെ ഐസൊലേറ്റ് ചെയ്യും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ 3 കാറ്റഗറിയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ലാബ് ഡയഗ്നോസിസ് ആണ്. അപ്പൊ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സാമ്പിൾ എന്ന് വെച്ചാൽ നാസോഫാരഞ്ചൽ സ്വാബ് ആണ് ഏറ്റവും ഐഡിയൽ. നമ്മൾ നാസോഫാരഞ്ചൽ സ്വാബ് എടുക്കും, അല്ലെങ്കിൽ ലാവേജ് ഫ്ലൂയിഡോ നാസൽ ആസ്പിറേറ്റോ എടുക്കാം അതില്ലാത്ത സിറ്റുവേഷനിൽ. സോ ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് നാസോഫാരഞ്ചൽ സ്വാബ് ആണ്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയയിലേക്ക് പ്ലേസ് ചെയ്യണം, നമ്മൾ കളക്ട് ചെയ്ത പാടെ. എന്നിട്ട് 4 ഡിഗ്രിയിൽ നമ്മൾ കീപ്പ് ചെയ്യുക. ഒരു അപ് ടു 4 days ഇറ്റ്സ് ഓക്കെ. ഇനി അതിൽ കൂടുതൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിൽ -70 ഡിഗ്രി, സ്റ്റോറേജ് വേണമെങ്കിൽ -70 ഡിഗ്രി ഒപ്റ്റ് ചെയ്യണം. ഓക്കെ, സോ വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയം ഇസ് നെസസറി. ഇനി നമ്മൾ എങ്ങനെ ഇവരെ കൾച്ചർ ചെയ്യുന്നു, അതായത് ഐസൊലേഷൻ ഓഫ് വൈറസിനെ എങ്ങനെ കൾച്ചർ ചെയ്യും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സെൽ ലൈൻസ് ഒന്നുകിൽ നമുക്ക് എംബ്രിയോണേറ്റഡ് എഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈമറി മങ്കി കിഡ്നി സെൽ ലൈൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവരെ ഡിറ്റക്ട് ചെയ്യാൻ ഹീമഡ്സോപ്ഷനോ അല്ലെങ്കിൽ ഹീമഗ്ലൂട്ടിനേഷനോ ടെസ്റ്റ് ചെയ്യാം. കാരണം നമുക്കറിയാം they are having hemagglutinin spike. So first one is hemadsorption, അതായത് സർഫസിൽ ഇപ്പൊ വൈറസ്, സെല്ലിന്റെ അകത്തുള്ള വൈറസ്, സർഫസിലുള്ള വൈറസ് ആണെങ്കിൽ RBC-നെ ആ സെല്ലിലേക്ക് അഡ്സോർബ് ചെയ്യും, ദാറ്റ് ഇസ് ഹീമഡ്സോപ്ഷൻ. സോ ദ അഗ്ലൂട്ടിനേഷൻ ഇസ് കോസ്ഡ് ബൈ ദി റിലീസ്ഡ് വൈറസ്, അവരുണ്ടാക്കുന്നതാണ് ഹീമഗ്ലൂട്ടിനേഷൻ. സോ ദാറ്റ് ഇസ് ഹീമഡ്സോപ്ഷൻ ആൻഡ് ഹീമഗ്ലൂട്ടിനേഷൻ. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് വൈറസിനെ ഡിറ്റക്ട് ചെയ്യാം. ആൻഡ് വൈറസിന്റെ ആന്റിജനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം നാസൽ ആസ്പിറേറ്റിൽ ബൈ ഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലൂറസൻസ് ടെസ്റ്റ്. പക്ഷെ അത് ഐസൊലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലൂറസൻസ് ടെസ്റ്റ് ലെസ് സെൻസിറ്റീവ് ആണ്. ഇനി RT-PCR ഏറ്റവും സെൻസിറ്റീവും സ്പെസിഫിക്കും റാപ്പിഡും ആയിട്ടുള്ള ടെസ്റ്റ് ആണ് RT-PCR. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ, അതുപോലെ ഏത് സബ് ടൈപ്പ് ആണ് എന്നുള്ളത് വരെ നമുക്ക് ഇവിടെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. And the gold standard method recommended by Government of India is real-time RT-PCR. നമുക്ക് quantitate ചെയ്യാം, plus it is having higher sensitivity and specificity than RT-PCR. കാരണം RT-PCR-നെ കമ്പയർ ചെയ്യുമ്പോൾ ടേൺ അറൌണ്ട് ടൈം കുറവാണ്. RT-PCR around 1 day വേണമെങ്കിൽ ഇവിടെ the turn around time is around 2 to 3 hours. So turn around time less ആണ്. So the gold standard method is real time RT-PCR. ഇനി ആന്റിബോഡി ഡിറ്റക്ഷനും കൂടി ഉണ്ട്. അപ്പൊ അത് മീൻസ് അത് സിഗ്നിഫിക്കന്റ് ആവണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു എമൗണ്ട് നോക്കിയാൽ പോരാ. നമ്മൾ ആന്റിബോഡി ഫസ്റ്റ് നോക്കിയിട്ട് again we have to look for the antibody titer. അപ്പൊ അവിടെ 4-fold 4 മടങ്ങ് റൈസ് ഉണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഫെക്ഷന്റെ സ്റ്റേജിലാന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആന്റിബോഡി ഉണ്ടാവാലോ, യൂഷ്വലി അത് ഉണ്ടാവും. സോ ആന്റിബോഡി നോക്കുന്ന സമയത്ത് അവിടെ 4-fold 2 പ്രാവശ്യം നോക്കിയിട്ട് അവിടെ 4-fold റൈസ് ആണ് കാണുന്നതെങ്കിലാണ് അത് സിഗ്നിഫിക്കന്റ്. സോ ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ആന്റിബോഡി ഡിറ്റക്ഷൻ ഇൻക്ലൂഡ്സ് ഹീമഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ്, ന്യൂട്രലൈസേഷൻ ടെസ്റ്റ്, and the most sensitive method for antibody detection is ELISA. So that is antibody detection. And finally the treatment, നമ്മൾ ന്യൂറാമിനിഡേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് ട്രീറ്റ്മെന്റിന് കൊടുക്കുന്നത്. സാനാമിവിർ, ഒസെൽറ്റാമിവിർ ആൻഡ് പേരാമിവിർ. ഓക്കെ, ആ ജസ്റ്റ് പേര് നോക്കി വെച്ചോ. ആന്റിവൈറൽ ഡ്രഗ് വളരെ കുറച്ച് വൈറസുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ അവരൊക്കെ ആക്ച്വലി ന്യൂറാമിനിഡേസിന്റെ ഇൻഹിബിറ്റേഴ്സ് ആണ്. ആ ഒരു കാര്യം കൂടെ നോക്കി വെക്കുക കേട്ടോ. ഇനി എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്കറിയാലോ, ഇത് എയറോസോൾ വഴി വരുന്ന ഒരു അസുഖമാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുക്കണം. ഹാൻഡ് ഹൈജീൻ വേണം, ആ പേഷ്യന്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം,
കഫ് ആൻഡ് സ്നീഫ് കണ്ടെയ്ൻമെന്റ് ഒരിക്കലും ഹൈ റിസ്ക് ഗ്രൂപ്പുകാർക്കും ബാക്കിയുള്ളവർക്കും വരാതെ സൊസൈറ്റിയിലോട്ടും പോകാണ്ട് നമ്മൾ നോക്കണം. വർക്ക് റെസ്ട്രിക്ഷൻ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ജോലിയിൽ തന്നെ റെസ്ട്രിക്ട് ചെയ്യണം ആ ഒരു പീരീഡ് സമയത്തേക്ക്. ഇനി വാക്സിനേഷൻ. ഇപ്പൊ വാക്സിനേഷന്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോ മംസിന്റെ മീസിൽസിന്റെ ഒക്കെ പോലെ ഒരു വാക്സിൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇൻഫ്ലുവൻസന്റെ കേസിൽ നടക്കില്ല. കാരണം നമ്മൾ വാക്സിൻ എടുക്കാൻ ഒരുങ്ങുവാണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ വാക്സിൻ എടുക്കണം. ഓക്കെ, എവറി ഇയർ വി ഹാവ് ടു ടേക്ക് വാക്സിൻ ബിക്കോസ് വാക്സിൻ സ്ട്രെയിൻസ് മീൻസ് ഇൻഫ്ലുവൻസ സ്ട്രെയിൻസ് ആർ കീപ് ഓൺ ചേഞ്ചിങ്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഒരു WHO റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാല് അവര് വാക്സിൻസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു ടൈമിൽ വന്നിട്ടുള്ള സ്ട്രെയിൻ ഏതാണോ ഇനി വരാൻ, ഇനിയിപ്പം എവിടെയെങ്കിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് ഇനി ഇപ്പൊ അപ്കമിങ് സീസണിൽ വരാൻ സാധ്യതയുള്ള വൈറസ് സ്ട്രെയിൻ ഏതാണോ അതൊക്കെ വെച്ചിട്ട് ഇവരങ്ങ് വാക്സിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് അപ്പൊ നമ്മള് 3 സ്ട്രെയിൻ, അതായത് അപ്പം കറന്റ്ലി H1N1, H3N2, ഒരു ബി ഇൻഫ്ലുവൻസ ബിന്റെ ഒരു സ്ട്രെയിൻ, അങ്ങനെയൊക്കെയാണ് യൂഷ്വലി ഉണ്ടാക്കുന്നത്. അതായത് നമ്മള് ഇപ്പൊ കറന്റ്ലി ഓൺഗോയിങ് ആയിട്ടുള്ള സ്ട്രെയിനുകൾ ഏതാണോ അത് വെച്ചിട്ട് വാക്സിൻ ഉണ്ടാക്കുക ചെയ്യുക. അല്ലാണ്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാക്സിൻ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പോസിബിൾ അല്ല. ഓക്കെ, ഇപ്പൊ 2 ടൈപ്പ് വാക്സിൻ ആണുള്ളത്, ട്രൈവാലന്റും ക്വാഡ്രിവാലന്റും. ഇപ്പൊ ട്രൈവാലന്റ് എന്ന് വെച്ചാൽ നോക്കി വെച്ചോളൂ ഏതൊക്കെ സ്ട്രെയിൻ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇൻജെക്ടബിൾ ആയിട്ടും, വോയിസ് പോയോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ നോക്കണേ. ട്രൈവാലന്റ് ഫോമും ഉണ്ട്, ക്വാഡ്രിവാലന്റ് ഫോമും ഉണ്ട്. അതായത് ട്രൈവാലന്റില് 3 സ്ട്രെയിൻ ഉണ്ട്, H1N1, H3N2, ഇൻഫ്ലുവൻസന്റെ ഒരു ബി സ്ട്രെയിന്. ഇനി ക്വാഡ്രിവാലന്റ് ആണെങ്കിൽ 4 എണ്ണം, ഒരു ബി സ്ട്രെയിനും കൂടി ഉണ്ടാവും. ആ ഒരു കാര്യം നോക്കി വെച്ചാൽ മതി. ഇനി ഇൻജെക്ടബിൾ ആയിട്ടുള്ള വാക്സിനും ഉണ്ട്, അതുപോലെ നാസൽ സ്പ്രേ ആയിട്ട് എടുക്കുന്ന വാക്സിനും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് വാക്സിൻ അവൈലബിൾ ആണെന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള വാക്സിൻ ആണ് നമ്മൾ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത്, ലൈവ് വാക്സിൻ ആണ് നമ്മൾ നാസൽ സ്പ്രേ ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ 2 ടൈപ്പ് വാക്സിനും അവൈലബിൾ ആണ്. ആ ഒരു കാര്യം കൂടി നോക്കി വെച്ചോ. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആന്റിവൈറൽ ഡ്രഗ് അവൈലബിൾ ആണ്. സോ കീമോ പ്രൊഫൈലാക്സിസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോണ്ടാക്ട് വന്നിട്ടുള്ള ആൾക്കോ അസുഖം വന്നിട്ടുള്ള ആൾക്കോ നമുക്ക് കൊടുക്കുന്ന മീൻസ് ഡ്രഗ് ഓഫ് ചോയ്സസ് ഒസെൽറ്റാമാവിർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാനാമിവിർ പോലെയുള്ള ആന്റിവൈറൽ ഡ്രഗ്സും ഒരു അൾട്ടർനേറ്റീവ് ആയിട്ട് അവൈലബിൾ ആണ്. സോ ഒസെൽറ്റാമാവിർ ഇസ് ദി ഡ്രഗ് ഓഫ് ചോയ്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഫ്ലുവൻസ വൈറസ്. ഇൻഫ്ലുവൻസ വൈറസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് മൂവിംഗ് ഓൺ ടു പാരാമിക്സോവിരിഡെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു റെസ്പിറേറ്ററി ട്രാക്ട് വഴി വരുന്ന ആൾക്കാർ തന്നെയാണ് ഇവരും. അപ്പൊ ഇതില് റെസ്പിറേറ്ററി സിൻസേഷ്യൽ വൈറസും പാരാ ഇൻഫ്ലുവൻസ വൈറസും നമുക്ക് ലോക്കലൈസ്ഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ് ഉണ്ടാക്കുക. ഇനി മംസും മീസൽസ് ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്നല്ല, അത് ഡിസമിനേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ഡിസമിനേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ. ഒറ്റ മിനിറ്റ്. ഓക്കെ, സോ റെസ്പിറേറ്ററി സിൻസേഷ്യൽ വൈറസും അതുപോലെ പാരാ ഇൻഫ്ലുവൻസ വൈറസും ഒക്കെ ആണെങ്കിൽ അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ മാത്രമായിട്ട് അങ്ങനെ കോസ് ചെയ്യുന്നതേ ഉള്ളൂ. അത് അങ്ങനെ ഡിസമിനേറ്റ് ചെയ്ത് മറ്റു ഓർഗനെ ഒന്നും എഫക്ട് ചെയ്യില്ല. പക്ഷേ മംസും മീസൽസും ഒക്കെ ആണെങ്കിൽ അത് ഡിസമിനേറ്റ് ചെയ്തിട്ട് റെസ്പിറേറ്ററി റൂട്ട് വഴിയാണ് എൻട്രി ചെയ്യുക എങ്കിലും അത് ഡിസമിനേറ്റ് ചെയ്ത് മറ്റു ഓർഗനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അതിന്റെ മോർഫോളജി പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്
ലീനിയർ ആയിട്ട്, അതായത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കൊന്നുമല്ല അതിന്റെ RNA തന്നെയാണ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ലീനിയർ ആയിട്ട് കിടക്കുവാണ്. പിന്നെ ഇതും എൻവലപ്പ് ഉള്ള വൈറസ് തന്നെയാണ്. പിന്നെ ഇതിന് സ്പൈക്കുകൾ ഉണ്ട്, ഹീമോഗ്ലോട്ടിനും ന്യൂറാമിനിഡേസും. പക്ഷെ അത് ഇല്ലാത്ത വൈറസും ഉണ്ട് കേട്ടോ, അത് പറയാം. സോ ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന വൈറസുകൾക്ക് പാരാ ഇൻഫ്ലുവൻസ ആണെങ്കിലും മംസ് ഒക്കെ ആണെങ്കിലും അതിന് ഹീമോഗ്ലോട്ടിനും ന്യൂറാമിനിഡേസും ഉണ്ട്. ഓക്കെ, സോ എൻവലപ്പില് ഹീമോഗ്ലോട്ടിനും അതുപോലെ ന്യൂറാമിനിഡേസും ഉള്ള വൈറസ് ആണ്. സോ ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ. അപ്പൊ നമ്മൾ RNA നോൺ സെഗ്മെന്റഡ് ആണ്, അതുപോലെ ലീനിയർ ആണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ ഇവർക്ക് 6 സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ഉണ്ട്. നമ്മൾ എത്ര എണ്ണം എന്നുള്ളത് ഇൻഫ്ലുവൻസന്റെ കേസിലും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ പാരാമിക്സോ വിറിഡയിൽ വരുന്ന ആൾക്കാർക്ക് 6 സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണ് ഉള്ളത് നോക്കി വെക്കുക. പിന്നെ ഇവരും എൻവലപ്പ് ഉള്ളവർ തന്നെയാണ്. എൻവലപ്പില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീമോഗ്ലൂട്ടിനും ന്യൂറാമിനിഡേസും ഉണ്ട്. സം വൈറസ് ഹാവിംഗ് എക്സെപ്ഷൻ. അങ്ങനെ. ഇനി ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അവരുടെ സബ് ഫാമിലി, അതുപോലെ ജനീറിന്റെ ഇത്തിരി കൺഫ്യൂഷൻ ആയിരിക്കും, പക്ഷെ എന്നാലും അത് നോക്കി വെക്കണം. അപ്പൊ നമ്മള് പാരാമിക്സോ വിറിഡേന്റെ കാര്യമാണല്ലോ പറയുന്നത്. ഓർത്തോമിക്സോ വിറിഡയിൽ വരുന്ന ഇൻഫ്ലുവൻസ നമ്മൾ കഴിഞ്ഞു, നമ്മൾ പഠിച്ചു. ഇനി പാരാമിക്സോ വിറിഡയില് 2 സബ് ഫാമിലി വരുന്നുണ്ട്, പാരാമിക്സോ വിറിനെയും ന്യൂമോ വിറിനെയും. ഓക്കെ, ആ പേരൊക്കെ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും ഏതിലാണ് വരുന്നത്, കാരണം മീസൽസും മംസും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിപ്പയും ഇമ്പോർട്ടന്റ് തന്നെയായി. അപ്പൊ അതുകൊണ്ട് അവർ ഏത് ജനീറയിൽ വരുന്നതാണെന്നുള്ള നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സോ ദിസ് സ്ലൈഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, നിങ്ങൾ ഇത് നെഗ്ലക്ട് ചെയ്യരുത്. സോ ദ സബ് ഫാമിലീസ് ആർ പാരാമിക്സോ വിറിനെ ആൻഡ് ന്യൂമോ വിറിനെ. ആൻഡ് ജനീറ റെസ്പിറോ വൈറസിൽ വരുന്നതാണ് പാരാ ഇൻഫ്ലുവൻസ 1ഉം 3ഉം. റുബുല വൈറസിൽ വരുന്നതാണ് മംസും പാരാ ഇൻഫ്ലുവൻസ 2, 4A-യും 4B-യും. അതുപോലെ മോർബിലി വൈറസിൽ വരുന്നതാണ് മീസിൽസ്. ഹേനിപ്പ വൈറസിൽ വരുന്നതാണ് ഹെൻറിയും നിപ്പയും. അതുപോലെ ന്യൂമോ വിറിനെ സബ് ഫാമിലിയിൽ ന്യൂമോ വൈറസ് ജനീറയിൽ വരുന്നതാണ് RSV. മെറ്റാ ന്യൂമോ വൈറസിൽ വരുന്നതാണ് ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക കേട്ടോ, ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല എന്നറിയാം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി പാരാ ഇൻഫ്ലുവൻസ വൈറസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് പാരാ ഇൻഫ്ലുവൻസ വൈറസ്. ഓക്കെ, അവർക്ക് 4 സെറോടൈപ്പ് ഉണ്ട്. നമ്മൾ നേരത്തെ ആ ചാർട്ടിൽ പറഞ്ഞു. ടൈപ്പ് 1ഉം 3ഉം റെസ്പിറോ വൈറസ് ജനീറയിൽ വരുന്നതാണ്. ടൈപ്പ് 2ഉം 4A-യും 4B-യും റുബുല വൈറസ് ജനീറയിൽ വരുന്നതാണ്. അത് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഇനി നമുക്കറിയാം ഒരു റെസ്പിറേറ്ററി വൈറസ് ആയതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി റൂട്ട് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ആൻഡ് ദ ഇൻക്യുബേഷൻ പീരീഡ് ഇസ് 5 to 6 days. ഓക്കെ, ഇൻഫ്ലുവൻസയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അധികം ദിവസങ്ങളുണ്ട്. സോ ദിസ് ഇസ് പാരാ ഇൻഫ്ലുവൻസ. ഇനി അതിന്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ റൈനൈറ്റിസും പാരിഞ്ചൈറ്റിസും ആണ്. അപ്പർ റെസ്പിറേറ്ററി സിംറ്റംസ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു സിംറ്റം. ഇനി നമ്മൾ പറഞ്ഞല്ലോ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ്. ക്രൂപ്പ് ആണ് അത്. ആക്ച്വലി ക്രൂപ്പ്, കുട്ടികളില് ക്രൂപ്പ് ഉണ്ടാക്കുക. ക്രൂപ്പ് എന്ന് വെച്ചാൽ ലാരിഞ്ചോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്. ആ പേര് പോലെ തന്നെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ഇത്രയും ഏരിയനെ ഇൻഫെക്ഷൻ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ സം കേസസ് ന്യൂമോണിയ ഉണ്ടാകും, ബ്രോങ്കിയോളിനെ ബാധിച്ചിട്ട് ബ്രോങ്കിയോളൈറ്റിസ് ഉണ്ടാകും. ആൻഡ് ഒട്ടൈറ്റിസ് മീഡിയ ഈസ് ദി മോസ്റ്റ് കോംപ്ലിക്കേഷൻ. ഓക്കെ, ഇനി റീ ഇൻഫെക്ഷൻ കാണും. ആൻഡ് റീ ഇൻഫെക്ഷൻ സിവിയറിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ലെസ് സിവിയർ ആണ്. ഇനി എല്ലാ കേസിലും നമ്മൾ പറയുന്ന പോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർക്ക് സിവിയർ ആയിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇത് വേൾഡ് വൈഡ് ആയിട്ട് കാണുന്ന ഒരു വൈറസ് തന്നെയാണ്. അപ്പൊ അതിന്റെ എപ്പിഡമിയോളജിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും പ്രിവാലന്റ് ആയിട്ടുള്ള സെറോടൈപ്പ് ഏതാണെന്നുള്ളതാണ് കേട്ടോ. ടൈപ്പ് 3 ആണ് ഏറ്റവും പ്രിവാലന്റ് ആയിട്ടുള്ള സെറോടൈപ്പ്. 1ഉം 2ഉം ഒക്കെ കോമൺ ആണ്, ലെസ് കോമൺ ആണ്. ഇനി ഈ പീഡിയാട്രിക് വാർഡിൽ അതുപോലെ ഡേ കെയർ സെന്ററിൽ സ്കൂളിലൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷന് ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുന്ന ഒരു ഏജന്റ് ആണ്. നമ്മൾ അധികം ലാബ് ടെസ്റ്റിങ്ങിനൊന്നും പോവാത്തതുകൊണ്ട് ഈ വൈറസുകൾ അങ്ങനെ അറിയുന്നില്ല എന്ന് മാത്രം. പക്ഷെ ഇത് ഇൻഫെക്ഷൻ വന്ന് പരത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ലാബ് ഡയഗ്നോസിസ് പറയുവാണെങ്കിൽ ആന്റിജൻ ഡിറ്റക്ഷൻ ബൈ ഇമ്മ്യൂണോഫ്ലൂറസെൻസ് ടെസ്റ്റ്. ഇനി വൈറൽ ഐസൊലേഷന് നമ്മൾ നാസൽ വാഷിങ്സോ BAL-ഓ ലങ് ടിഷ്യൂ ഒക്കെ ചൂസ് ചെയ്യും. വൈറൽ ഐസൊലേഷൻ അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ദ കിഡ്നി പ്രൈമറി മങ്കി കിഡ്നി സെല്ലാണ് ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെല്ല്. പിന്നെ സൈറ്റോപതിക് എഫക്റ്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇവർ ഉണ്ടാക്കുന്നില്ല. അപ്പൊ വൈറസുകളെ നമ്മൾ ഈ സെല്ലില് കിഡ്നി സെല്ലിൽ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഐദർ ബൈ ഹീം അഡ്സോർപ്ഷൻ ഓർ ഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലൂറസെൻസ് ടെസ്റ്റ്. കാരണം ഇവർക്ക് ഹീമോഗ്ലൂട്ടിനിൻ ഉണ്ടല്ലോ,
അപ്പൊ നമുക്ക് അങ്ങനെ വെച്ചിട്ട് ഇവരെ ഡിറ്റക്ട് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, സോ വൈറൽ ഐസൊലേഷൻ അങ്ങനെ റൂട്ടീൻ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല, കാരണം പ്രത്യേകിച്ച് റെലവെന്റ് ആയിട്ടുള്ള സൈറ്റോപതിക് എഫക്ട് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ കാര്യമില്ല. സോ ആന്റിബോഡി നമുക്ക് ഡിറ്റക്ട് ചെയ്യാം ബൈ യൂസിങ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ്, ഹീമഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റ് ഓർ എലൈസ. പിന്നെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് RT-PCR ആണ് നമ്മൾ ചെയ്യുന്ന ഹൈലി സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് ടെസ്റ്റ്. ഓക്കെ, RT-PCR ആണ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ടെസ്റ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പാരാ ഇൻഫ്ലുവൻസ. പാരാ ഇൻഫ്ലുവൻസ അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ ടൈപ്പ് മീൻസ് അതിന്റെ സിംറ്റം എന്താണ്, അതുപോലെ പാരാമിക്സോവിറിഡന്റെ ആ ക്ലാസിഫിക്കേഷന്, പിന്നെ പാരാ ഇൻഫ്ലുവൻസ കുട്ടികളിലൊക്കെ ഈ ക്രൂപ്പ് പോലെയുള്ള അതായത് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. അത്രേ പാരാ ഇൻഫ്ലുവൻസ വൈറസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. സോ പാരാ ഇൻഫ്ലുവൻസ വൈറസ് കോസസ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ ചിൽഡ്രൻസ്. അതാണ് നിങ്ങൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം. പിന്നെ അത് ഏത് ജനീറയിലൊക്കെ വരുന്നതാണുള്ളത്. സോ ദാറ്റ്സ് ഓൾ. പിന്നെ മൂവിങ് ഓൺ ടു മംസ്. മംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ മുണ്ടിവീക്കം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്ന ആളാണ് അല്ലെ മംസ് വൈറസ്. ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പെരോട്ടിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യാന്നുള്ളതാണ് ഇവർ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു സിംറ്റം. പെരോട്ടിഡ് ഗ്ലാൻഡിനെ എൻലാർജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു സിംറ്റം. പിന്നെ അതുപോലെ അത് സിവിയർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർക്കൈറ്റിസും മെനിഞ്ചൈറ്റിസും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഇത് ഇങ്ങനെ വന്നിട്ട് അങ്ങ് പോകാം. പക്ഷെ സിവിയർ ആയി കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പം മെയിൽസിന്റെ കേസിൽ, മെയിൽ കുട്ടികളിലാണല്ലോ ഇത് കോമൺ ആയിട്ട് ബാധിക്കുന്നത്. അപ്പൊ മെയിൽ ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ കേസിൽ ഓർക്കൈറ്റിസ് ഒക്കെ കുറച്ചൊന്ന് സിവിയർ ആയി കഴിഞ്ഞാൽ സ്പേം കൗണ്ട് ഒക്കെ കുറഞ്ഞിട്ട് ഇൻഫെർട്ടിലിറ്റിക്ക് വരെ കാരണമാവുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു വൈറസ് ആണ് മംസ് വൈറസ്. സോ യൂഷ്വലി കാണുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ പെരോട്ടിഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ്, അതായത് നമ്മുടെ ചെവിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സെലൈവറി ഗ്ലാൻഡ് ആണ്. സോ അത് എൻലാർജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ നമുക്കറിയാം, നമ്മളെ റെസ്പിറേറ്ററി റൂട്ട് വഴി തന്നെയാണ് ഇവർ വരുന്നത്. അപ്പൊ നമ്മളെ അപ്പർ റെസ്പിറേറ്ററി മ്യൂക്കോസയിൽ ഈ വൈറസ് എത്തും, അവിടെയുള്ള സെല്ലുകളെ ഇത് ഇൻഫെക്ട് ചെയ്യും, എന്നിട്ട് അവിടെയുള്ള ലിംഫ് നോഡിനെ ഇത് എഫക്ട് ചെയ്തിട്ട് കാരണം ഇത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല അല്ലെ. അപ്പൊ അവിടുന്ന് ബ്ലഡ് സ്ട്രീമിലോട്ട് ലിംഫ് നോഡ് വഴി അല്ലെങ്കിൽ ഈ സെല്ലുകൾ വഴി ബ്ലഡിലോട്ട് എത്തിയിട്ട്, ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഡിസെമിനേഷൻ, അങ്ങനെ അത് ഡിസെമിനേറ്റ് ചെയ്യും. ഈ വൈറസുകൾക്ക് പ്രത്യേക ഒരു അഫിനിറ്റി ഉള്ളത് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിനോടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡിലൂടെ ഇവർ പോകുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ സലൈവറി ഗ്ലാൻഡ്, ടെസ്റ്റിസ്, പാൻക്രിയാസ്, ഓവറി, മാമറി ഗ്ലാൻഡും CNS-ഉം. അപ്പൊ ആ സൈറ്റും നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. സോ ടാർഗറ്റ് സൈറ്റ് ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. സോ ഇത് ഡിസെമിനേറ്റ് ചെയ്യുന്ന ഒരു വൈറസ് ആണ്. ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 7 to 23 days ആണ്. ഇനി ഇപ്പൊ എല്ലാവർക്കും ഒന്ന് സിംറ്റം കാണിക്കണം എന്നില്ല. ചില ആൾക്കാർ അസിംറ്റമാറ്റിക് ആയിട്ട് പോകാം. ചിലർക്ക് ചെറിയ മയാൽജിയ, ഫീവർ, അനോറെക്സിയ പോലെയുള്ള നോൺ സ്പെസിഫിക് സിംറ്റംസ് വന്നിട്ട് അങ്ങ് പോകും. ചില ആൾക്കാർക്ക്, അതായത് നമുക്ക് ചിലപ്പോൾ അങ്ങനെ അങ്ങ് റിക്കവർ ചെയ്ത് പോവാം. എല്ലാവർക്കും ഒന്നും പെരോട്ടിഡ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് വരണം എന്നില്ല. ബട്ട് ഇൻ സം കേസസ് ബൈലാറ്ററൽ പെരോട്ടൈറ്റിസ്, അതായത് ചിലപ്പോൾ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ചെവിന്റെ ഒരു ഭാഗമായിരിക്കും വീർത്ത് കിടക്കുന്നത്, ചിലപ്പോൾ രണ്ട് ഭാഗവും വീർത്ത് കിടക്കാം. അങ്ങനെ ബൈലാറ്ററൽ ആയിട്ട് കാണാം, യൂണിലാറ്ററൽ ആയിട്ടും കാണാം. ഓക്കെ, പെരോട്ടിഡ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ്, ദാറ്റ് ഇസ് ബൈലാറ്ററൽ പെരോട്ടൈറ്റിസ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പിഡിഡൈമിസിന്റെ ഒക്കെ ഇൻഫെക്ഷൻ. ഇപ്പൊ സ്പേം കൗണ്ട് ഒക്കെ കുറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. എപ്പിഡിഡൈമോ ഓർക്കൈറ്റിസ് മിക്കവാറും യൂണിലാറ്ററൽ ആയിരിക്കും. അത് ബൈലാറ്ററൽ ഒക്കെ ആയിട്ട് സിവിയർ ആയിട്ട് പോകുമ്പോഴാണ് ഇൻഫെർട്ടിലിറ്റി പോലുള്ള സിറ്റുവേഷനിലോട്ട് എത്തുന്നത്. യൂണിലാറ്ററൽ ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. സോ ദാറ്റ് ഇസ് എപ്പിഡിഡൈമോ ഓർക്കൈറ്റിസ്. ഇനി മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കാം. ഇനി ഊഫോറൈറ്റിസ്, അതായത് ഫീമെയിൽസിന്റെ കേസിൽ ഓവത്തിനെയും ഇത് ബാധിക്കാം, ദാറ്റ് ഇസ് ഊഫോറൈറ്റിസ്. ഇനി പാൻക്രിയാസിനെ ബാധിക്കാം, ദാറ്റ് ഇസ് പാൻക്രിയാറ്റൈറ്റിസ്. ആൻഡ് ഫൈനലി അറ്റിപ്പിക്കൽ മംസ്, അതായത് പെട്ടെന്ന് മെനിഞ്ചൈറ്റിസ് ഒക്കെ ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ചിന്തിക്കുകയില്ല അവിടെ മംസ് വൈറസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന്. കാരണം മുണ്ടി വീക്കം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വിചാരിക്കുക എന്താ, നമ്മളെ ചെവിന്റെ താഴെയായിട്ടുള്ള വീക്കം എന്നല്ലേ. അതൊന്നും വരാണ്ട് ഇവർ നേരെ മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉള്ളതിനെയാണ് നമ്മൾ അറ്റിപ്പിക്കൽ മംസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഇൻ കേസ് ഓഫ് മംസ്. ഇനി എപ്പിഡെമിയോളജി, എപ്പോഴാണ് ഈ മംസ് അസുഖം വരുന്നത് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പൊ മംസ് വന്നിട്ടുള്ള ഒരാൾക്ക് ആ ലക്ഷണങ്ങൾ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് മുതൽ, അതുപോലെ ലക്ഷണങ്ങൾ വന്നിട്ട് ഒരാഴ്ച ശേഷമുള്ള ആ ഒരു 2 week പീരീഡ് ആണ് പേഷ്യന്റ് ഇൻഫെക്ഷ്യസ്. അപ്പൊ ആ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നതിന്റെ തൊട്ട്
തൊട്ട് 1-2 ദിവസം മുമ്പാണ് ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ടേം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി വെക്കണേ. ഇപ്പം മംസിന്റെ വൈറസ് സെലൈവയിലും റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റിലും യൂറിനിലും കൂടെ ഒക്കെ ഷെഡ് ചെയ്യും. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂട്ട് ഓഫ് ഇൻഫെക്ഷൻ ഇസ് ബൈ ഡ്രോപ്ലെറ്റ് ഇൻഹലേഷൻ. സോ ഏതാണ് ആ ഒരു പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി സോഴ്സ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം. ഇനിയിപ്പോ ഇൻഫെക്ഷൻ ഉള്ള ആളാണെങ്കിലും അതുപോലെ സിംറ്റംസ് ഒന്നും കാണിച്ചില്ല, പക്ഷെ അയാളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇൻഫെക്ഷന്റെ സോഴ്സ് തന്നെയാണ്, ഹ്യൂമൺ തന്നെയാണ്, വേറെ ആനിമൽ ഒന്നുമല്ല. അപ്പൊ നമുക്കറിയാം മംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അല്ലെ. ഒരു 5 മുതൽ 9 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഇൻഫെക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ചിക്കൻ ബോക്സിന്റെ കേസിൽ പറഞ്ഞ പോലെ ഏജ് കൂടിയിട്ട് വരുന്നത് സിവിയർ ആവുന്ന ഒരു പോസിബിലിറ്റി ആണ് കാണിക്കുന്നത്, ലൈക്ക് ചിക്കൻ ബോക്സ് കേസ് ഓൾസോ. ഇനി ഇമ്മ്യൂണിറ്റി, ഇനിയിപ്പം വാക്സിൻ എടുക്കുവാണെങ്കിലും ഇൻഫെക്ഷൻ വരുവാണെങ്കിലും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂൺ ആണെന്നാണ് പറയുന്നത്. എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ചിക്കൻ ബോക്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു 1, 2, 3 പ്രാവശ്യമൊക്കെ വന്നവരൊക്കെ ഉണ്ട്. സോ അതൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇൻ തിയറട്ടിക്കലി വൺ അറ്റാക്ക് വെദർ ഇറ്റ് ഇസ് ബൈ വാക്സിനേഷൻ ഓർ ബൈ ഇൻഫെക്ഷൻ ഇറ്റ് പ്രൊവൈഡ്സ് ഓർ ഇറ്റ് ഗീവ്സ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് മൂവിംഗ് ഓൺ ടു ലാബ് ഡയഗ്നോസിസ്, ബക്കൽ അല്ലെങ്കിൽ ഓറൽ സ്വാബ് നമുക്ക് എടുക്കാം. സലൈവ, CSF, യൂറിൻ, സെമൈനൽ ഫ്ലൂയിഡ്, റയർലി ബ്ലഡ് ചൂസ് ചെയ്യാം. ഇനി നമ്മള് മീൻസ് ബക്കൽ ഓറൽ സ്വാബ് ആണ് എടുക്കുന്നതെങ്കിൽ കരോട്ടിഡ് ഗ്ലാൻഡ് ഒരു 30 സെക്കൻഡ്സ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈൽഡ് കിട്ടും. ഇനി ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഇൻക്ലൂഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വൈറസിന്റെ ആന്റിജനെ ഡിറ്റക്ട് ചെയ്യാം ബൈ യൂസിങ് ഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലൂറസൻസ് ടെസ്റ്റ്. ഇനി വൈറസിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം. സെല്ല് നമ്മൾ ചൂസ് ചെയ്യുന്നത് മങ്കി കിഡ്നി സെല്ലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് ഹാവിങ് സൈറ്റോപതിക് എഫക്ട്, റെലവെന്റ് ആയിട്ടുള്ള സൈറ്റോപതിക് എഫക്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു 1-2 ആഴ്ച നമ്മൾ വെച്ച് കഴിയുവാണെങ്കിൽ നമുക്ക് സെൽ റൗണ്ടിങ്ങും അതുപോലെ ജയന്റ് സെല്ലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ സിഗ്നിഫിക്കന്റ് സൈറ്റോപതിക് എഫക്ട് ഷോൺ ബൈ മംസ് വൈറസ്. സ്പെസിഫിക് ആ നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഒരു സൈറ്റോപതിക് എഫക്ട് ഇവർ കാണിക്കുന്നുണ്ട്. സോ അത് മറന്നു പോരുത്, സെൽ റൗണ്ടിങ് ആൻഡ് ജയന്റ് സെൽ ഫോർമേഷൻ. പിന്നെ ഇവർക്ക് ഹീമഗ്ലൂട്ടിനിൻ ഉള്ളത് കൊണ്ട് തന്നെ ഹീം അഡ്സോർപ്ഷൻ നോക്കിയിട്ടും നമുക്ക് ഇവരെ ഡിറ്റക്ട് ചെയ്യാം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ദിസ് ഇസ് ദി മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജയന്റ് സെൽ. ഓക്കെ, ഇനി നമുക്ക് ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യാം. എലൈസ ആണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. പിന്നെ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ വി ക്യാൻ യൂസ് NT, HIT or CFT ഫോർ ഡിറ്റക്ടിങ് ആന്റിബോഡീസ്. And the highly sensitive and specific test is RT-PCR. ഇനി സ്പെസിഫിക് ആയിട്ട് ഒരു ആന്റിവൈറൽ ഡ്രഗ് അവൈലബിൾ അല്ല മംസിന്. സോ യൂഷ്വലി സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി വാക്സിൻ ഇസ് അവൈലബിൾ. നമുക്കറിയാലോ മംസിന് വാക്സിൻ അവൈലബിൾ ആണെന്നുള്ളത്. മംസിന് വാക്സിൻ അവൈലബിൾ ആണ്. സോ ഏത് സ്ട്രെയിൻ ആണ് എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ദ സ്ട്രെയിൻ വി ആർ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് വാക്സിൻ ഇസ് ഇമ്പോർട്ടന്റ്. ദാറ്റ് ഇസ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജെറിൽ ലിൻ സ്ട്രെയിൻ ആണ്. വൈറസ് വാക്സിൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്നത് ചിക്ക് എംബ്രിയോ സെൽ ലൈൻ ആണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളത്? ഏറ്റവും കോമൺ ആയിട്ട് MMR വാക്സിൻ ആണ് അവൈലബിൾ അല്ലെ. MMR എന്ന് വെച്ചാൽ മംസ്, മീസിൽസ്, റുബെല്ല. ഏറ്റവും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് MMR ആണ്. ഇനി അത് ട്രൈവാലന്റ്, ഇനി ക്വാഡ്രിവാലന്റും ആയിട്ട് അത് അവൈലബിൾ ആണ്. അതായത് MMR-V, വാരിസെല്ലയും കൂടെ ഉള്ളത്. പക്ഷെ ഏറ്റവും കോമൺ MMR തന്നെയാണ്. ഇനി മോണോവാലന്റ് മംസ് വാക്സിൻ അങ്ങനെ അവൈലബിൾ ആണ്, പക്ഷെ അതൊന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പൊ 2 ഡോസ് ആണ് MMR നമ്മൾ കൊടുക്കുന്നത് ഇൻട്രാമസ്കുലർ ആയിട്ട്. ഒന്ന് 1 വയസ്സിലും രണ്ടാമത്തെ ഡോസ് 4 to 6 ഇയേഴ്സിലും. ഓക്കെ, ഇപ്പൊ MMR കൊടുക്കുന്നുണ്ടോ? എന്താണ്, ഉറങ്ങിപ്പോയി എല്ലാരും? MMR കൊടുക്കുന്നുണ്ടോ? ഇല്ല. കൊടുക്കുന്നില്ല അല്ലെ. ഗവൺമെന്റ് അക്കോർഡിംഗ് ടു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഇപ്പൊ MMR അതെ പ്രൈവറ്റ് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് കൊടുക്കുന്നില്ല. യെസ്, അക്കോർഡിംഗ് ടു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് MMR ഒഴിവാക്കിയിട്ട് ഇപ്പൊ MR മാത്രമാണ് കൊടുക്കുന്നത്. അതായത് മീസിൽസ്, റുബെല്ല മാത്രമാണ് കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. പക്ഷെ പ്രൈവറ്റുകാർ ഫോളോ ചെയ്യുന്നത് IAP ആണ്. അവരുടെ IAP വെച്ചിട്ട് അവർ കൊടുക്കുന്നത് MMR ആണ്. അതായത് ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് വെച്ചിട്ട്
they are issuing MMR. അവർ മംസ് കൂടെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് MMR എടുക്കുക എന്നുള്ളതാണ്. ബിക്കോസ് മംസ് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു അസുഖമൊന്നുമല്ല, അത് സീരിയസ് ആണ്. അപ്പം നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയില്ലേ. അത് കുട്ടികളിൽ മാത്രമല്ല, അഡൽട്ട് ആവുമ്പോൾ വരില്ല എന്നൊന്നുമില്ല. അഡൽട്ടിന് വരാം. കുട്ടികളിൽ വന്നു കഴിഞ്ഞാലും അത് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോകാം, മെനിഞ്ചൈറ്റിസ് പോകാം. സോ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ MMR എടുക്കുക എന്നുള്ളതാണ് തന്നെയാണ്. അപ്പം മംസ് വാക്സിൻ ഇസ് നോട്ട് എഫക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് MMR എന്ന് ഒഴുകിയതെങ്കിലും ആ ഒരു വൈറസ് ഒന്നുമല്ല. സോ ബെറ്റർ ടു ടേക്ക് MMR ബൈ ഫോളോയിങ് IAP, ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ്. NIS അത് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. ബട്ട് ടിൽ നൗ ഇനി പൊളിറ്റിക്സ് ആണെന്ന് തോന്നുന്നു, ടിൽ നൗ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. സ്റ്റിൽ ഡോക്ടേഴ്സ് ആർ സ്ട്രഗ്ലിംഗ് ടു ഇൻക്ലൂഡ് MMR, mumps in NIS also. Okay, so that's about prevention. ഇനി റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ആണ്. സിമ്പിൾ ആണ്, ഒന്ന് പാത്തജൻ തന്നെയാണ്. നമുക്കൊക്കെ വന്നു പോയിട്ടുണ്ടാവും, കാരണം അത്രയും കോമൺ ആണ്. പേര് നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും നമുക്ക് വന്നു പോയിട്ടുണ്ടാവും, അത് ഉറപ്പാണ്, കാരണം അത്രക്കും കോമൺ ആണ്. ഇപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി, ഇൻഹിലേഷൻ വഴി വരും. നമ്മള് ജസ്റ്റ് എന്താ പറയാ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് വഴി വന്ന് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് സ്പ്രെഡ് ആകും. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 to 5 days ആണ്. അപ്പൊ ഇൻഫൻസ് ആണെങ്കിൽ അവർക്ക് റണ്ണിങ് നോസ്, ഫീവർ, കഫ്, വീസിങ്, ഡിസ്നിയ ഒക്കെ സിംറ്റംസ് ഒക്കെ വന്നിട്ട് ബ്രോങ്കിയോളൈറ്റിസ്, ന്യൂമോണിയ, ട്രക്കിയോ ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വൈറസ് തന്നെയാണ് ഇവര്. ഇനി അഡൽട്ടിലാണെങ്കിലും ഇവര് നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഇവർ വരുന്നുണ്ട്. അതായത് നമുക്ക് ജലദോഷവും അവർക്ക് ഇപ്പൊ ഇൻഫന്റിന്റെ കേസിൽ സംഭവിക്കുന്ന പോലെ താഴോട്ട് ലോവർ റെസ്പിറേറ്ററിയിലോട്ട് പോയിട്ട് ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ട്രക്കിയോ ബ്രോങ്കൈറ്റിസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിരിക്കുക, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ലോവർ റെസ്പിറേറ്ററി വെക്കേണ്ട പോയിന്റ്. പിന്നെ ആന്റിജൻ ഡിറ്റക്ഷൻ നമ്മൾ എല്ലായിടത്തും പറയുന്ന പോലെ DIF, എലൈസ, പിന്നെ വൈറസ് ഐസൊലേഷൻ, ഹെല, ഹെപ്റ്റൂസ് എല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവരും സിൻസീഷ്യം ഫോർമേഷൻ ഉണ്ട്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവരും മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജയന്റ് സെൽ, അതായത് സിൻസീഷ്യം എന്ന് നമ്മൾ അതിനെ പറയാം, അത് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. മംസിലുള്ള പോലെ സൈറ്റോപതിക് എഫക്റ്റ് ഇവരും ഉണ്ടാക്കും. ആ ഒരു കാര്യം നോക്കി വെക്കുക കേട്ടോ. കാരണം അത് ചിലപ്പം ഓപ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകരുത്. അതാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നോക്കേണ്ടത്. RT-PCR ചെയ്യും. പിന്നെ ആന്റിബോഡി ഡിറ്റക്ഷന് നമ്മൾ ഫ്ലൂറസെൻസോ, എലൈസോ, NT പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് RSV. അപ്പൊ RSVയിൽ 2 പോയിന്റ് നിങ്ങൾ നോക്കി വെക്കുക. ഒന്ന്, ചെറിയ കുട്ടികളിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആളാണെന്നുള്ളതും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇവരും സൈറ്റോപതിക് എഫക്റ്റ് ഉണ്ടാക്കും. സൈറ്റോപതിക് എഫക്റ്റ് ഉണ്ടാക്കും, അതായത് സിൻസീഷ്യം ഫോർമേഷൻ അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജയന്റ് സെൽ. ആ 2 കാര്യമാണ് നിങ്ങൾ RSVയിൽ നോക്കേണ്ടത് കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ കുറെ തിയറി പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു സാധ്യതകളുള്ള ഒരു ഏരിയ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ആ ഏരിയകൾ പഠിച്ചാൽ തന്നെ ഓക്കെയാണ്. സോ ഇൻഫ്ലുവൻസ, അതുപോലെ പാരാഇൻഫ്ലുവൻസ വൈറസ്, മംസ് വൈറസ്, RSV, അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Okay. So next, moving on to questions. Which of the following statement concerning antigenic drift in influenza virus is correct? നോക്കട്ടെ ആരാ ചാടിക്കയറി ഉത്തരം പറയുന്നത്. ഏതാണ് കറക്റ്റ് എന്ന് കേട്ടോ, വായിച്ചോ, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല. Frequently than antigen shift. പറയുന്നുണ്ട്, ആരോ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അനുശ്രീ, അഞ്ജു, സ്ഥിരം ആൻസർ പറയുന്നവരൊക്കെ തന്നെയാ അല്ലെ? സ്ഥിരം പറയുന്നവരൊക്കെ തന്നെ പറയുന്നുള്ളൂ. ബാക്കിയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ ഇതിൽ, ഒരു കാര്യമായിട്ടൊന്നും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലല്ലോ. അവർക്ക് PSCയിലുള്ള ഒക്കെ പോയോ?
എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും പഠിച്ചെടുക്കാൻ, സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അതിനിപ്പോ ഡിപ്ലോമ ആണെങ്കിലും തന്നെ, ഡിപ്ലോമ കുട്ടികൾ ഉണ്ടാവുമല്ലോ ഇതില്. അപ്പൊ അവർക്കും പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങളിൽ ഞാൻ ഡിപ്ലോമക്കാരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരും ഏറെക്കുറെ BSc പഠിക്കുന്നത് തന്നെ ഡിപ്ലോമയും പഠിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും സാഡ് ആവേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്തായാലും ഇതേപോലെ തന്നെ ഒപ്പത്തിനൊപ്പം എത്താം, ഒരു സംശയവുമില്ല. അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ അവർക്ക് പഠിക്കുന്നില്ല, അവര് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അവരൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഷുവർ ആയിട്ട് കിട്ടും. സ്ലൈഡ്സും പിന്നെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, സിമ്പിൾ വേർഡ്സിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളും ആക്റ്റീവായിട്ട് ക്ലാസ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒന്നും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും, ഒന്നൊരു സംശയമില്ല. ബട്ട് നിങ്ങളൊരു 2 hour എങ്കിലും ഡെയിലി പഠിക്കാനായിട്ട് മാറ്റി വെച്ചാൽ ഒരു കുഴപ്പമില്ല. സോ ആൻസർ ഡി ഒരുപാട് പേര് പറഞ്ഞു. സോ ദാറ്റ്സ് കറക്റ്റ്. ആന്റിജനിക് ഡ്രിഫ്റ്റ് എന്ന് വെച്ചാല് ആന്റിജനിക് ഡ്രിഫ്റ്റും ഷിഫ്റ്റും ഉള്ളത് അല്ലെ. അപ്പൊ അതില് മേജർ ചേഞ്ച് ഉണ്ടാക്കുന്നത് ഏതാണ് പറഞ്ഞു? ആന്റിജനിക് ഷിഫ്റ്റ്. ഷിഫ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷിഫ്റ്റ് ആണ് അല്ലെ മേജർ ചേഞ്ച് ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ ആന്റിജനിക് ഡ്രിഫ്റ്റ് ഇൻഫ്ലുവൻസ എ മാത്രമാണോ കാണിക്കുന്നത്? ആന്റിജനിക് ഡ്രിഫ്റ്റ് വെരി ഗുഡ്, എയും ബിയും കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഇനി ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണോ ആന്റിജനിക് ഡ്രിഫ്റ്റ്? ആന്റിജനിക് ഡ്രിഫ്റ്റ് ഏത് മ്യൂട്ടേഷനാ? പോയിന്റ് മ്യൂട്ടേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. സോ ഫ്രീക്വന്റ്ലി ദാൻ ആന്റിജനിക് ഷിഫ്റ്റ്, അതാണ് കറക്റ്റ് അല്ലെ. അതായത് 2-3 വർഷം കൂടുമ്പോൾ ആന്റിജനിക് ഡ്രിഫ്റ്റ് നടക്കുന്നുണ്ട്. ആന്റിജനിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ചേഞ്ചാ. അത് എപ്പോഴൊക്കെയാ നടക്കുന്നത്? ഒരു 10 years. ഓക്കെ ഓക്കെ. സോ ഇറ്റ് ഈസ് നോട്ട് ഫ്രീക്വന്റ് കമ്പയർഡ് ടു ആന്റിജനിക് ഡ്രിഫ്റ്റ്. സോ ഓപ്ഷൻ ഡി, ആന്റിജനിക് ഡ്രിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു മൈനർ ചേഞ്ച് ആണ് ഡ്യൂ ടു പോയിന്റ് മ്യൂട്ടേഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ എ ആൻഡ് ബി and occurs frequently than antigenic shift. Ini, a virus such as influenza which emerges suddenly and spread globally is called pandemic. Very good. Pandemic. Very good. Pandemic. Endemic എന്ന് വെച്ചാൽ എന്താ? Endemic അത് അറിഞ്ഞിരിക്കണ്ടേ. Endemic എന്ന് വെച്ചാൽ എന്താ? ഒരു ഏരിയയിൽ പറയുന്നുണ്ട്. ഒരു ഏരിയയിൽ അല്ലെ, നമ്മള് പറയൂലേ മലേറിയ ഒരു ഏരിയയിൽ, പർട്ടിക്കുലർ ഏരിയ, അതന്നെ. അതായത് ഒരു പ്രത്യേക ഏരിയയിൽ അത് എൻഡമിക് ആയിട്ട് നിൽക്കുക. ഒരു മലേറിയ ചില ഏരിയയിൽ നമ്മൾ അവിടെ എൻഡമിക് ആണ്, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഇന്നതൊക്കെ എൻഡമിക് ആന്നൊക്കെ പറയില്ലേ, അവിടെ ആ ഒരു സംഭവം ഉണ്ട് അല്ലെ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അതങ്ങനെ ഉണ്ട്. ഓക്കെ, പാൻഡമിക് എന്ന് വെച്ചാൽ എന്താ? ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഒരുപാട് കൺട്രികളെ എഫക്ട് ചെയ്യുന്ന, വേൾഡ് വൈഡ്, വെരി ഗുഡ്, വേൾഡ് വൈഡ് ആയിട്ട് വരുന്നതാണ് പാൻഡമിക്. ഇനി എപ്പിഡമിക് എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ഏരിയയിൽ വന്നിട്ട് ഒരുപാട് മീൻസ് ഒരുപാട് ആൾക്കാരെ എഫക്ട് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് തന്നെ ഒരു ഏരിയയിൽ അങ്ങ് വന്നിട്ട് ഒരുപാട് കൺട്രിയിലോട്ടൊന്നും പോവല്ല, ഒരുപാട് ആൾക്കാരെ, അത് മേജർ എപ്പിഡമിക് ആവാം, മൈനർ എപ്പിഡമിക് ആവാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഔട്ട് ബ്രേക്ക് വന്നിട്ട് കുറെ അങ്ങനെ എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ എപ്പിഡമിക് എന്ന് പറയാം. പക്ഷെ സ്പൊറാഡിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സീസണൽ ആയിട്ട്, പീരിയോഡിക് ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ അവിടെ റിപ്പോർട്ട് ചെയ്തു, അപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തു, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ കേസുകൾ ഇങ്ങനെ സീസണൽ ആയിട്ട് വരുന്നതിനെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കേസസ് കാണപ്പെടുന്നതാണ്. ഇപ്പൊ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് നമ്മൾ പെട്ടെന്ന് അതൊക്കെ നമ്മളിങ്ങനെ കേൾക്കും അല്ലെ, അവിടെ റിപ്പോർട്ട് ചെയ്തു JE, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ സ്പൊറാഡിക് ആയിട്ട്, അതിനെയാണ് നമ്മൾ സ്പൊറാഡിക് എന്ന് പറയാ കേട്ടോ. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ ഇറ്റ് ഈസ് പാൻഡമിക്. പാൻഡമിക് ആണ് വേൾഡ് വൈഡ് സ്പ്രെഡ് ഓഫ് എ ഡിസീസ്. ഇനി ഇൻഫ്ലുവൻസ വൈറസ് ബിലോങ്സ് ടു ദി ഫാമിലി ഓർത്തോമിക്സോവിരിഡേ. വെരി ഗുഡ്, ഓർത്തോമിക്സോവിരിഡേ. സിമ്പിൾ ആണ്. ഇൻഫ്ലുവൻസ വൈറസ് ഓർത്തോമിക്സോവിരിഡേ ആണ്. പാരാ ഇൻഫ്ലുവൻസ, മംസ്, മീസൽസ്, നിപ്പ ഒക്കെ പാരാമിക്സോവിരിഡേ ആണ്. ഇനി ദ വേരിയേഷൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കോസസ് ഇൻഫ്ലുവൻസ ഡിസ്പൈറ്റ് വാക്സിൻസ് അവൈലബിൾ. വാക്സിൻസ് അവൈലബിൾ ആണെങ്കിലും ഇൻഫ്ലുവൻസിന്റെ എന്ത് വേരിയേഷൻ ആണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഏത് വേരിയേഷൻ ആണ് ഇൻഫ്ലുവൻസയ്ക്ക് വരുന്നത്? ഏതിലാണ്? ഹീമോഗ്ലൂട്ടിൻ. വെരി ഗുഡ്. ഹീമോഗ്ലൂട്ടിനിലാണ് അല്ലെ വേരിയേഷൻ ഉണ്ടാക്കുന്നത്. സോ ദ വേരിയേഷൻ ഒക്കേഴ്സ് എസ്പെഷ്യലി ഇൻ ഹീമോഗ്ലൂട്ടിൻ ആൻഡ് ഓൾസോ ഇൻ കേസ് ഓഫ് ന്യൂറാമിനിഡേസ്. വേരിയേഷന് ഹീമോഗ്ലൂട്ടിനിലാവാം, ന്യൂറാമിനിഡേസിലാവാം. ഇപ്പൊ വാക്സിൻ അവൈലബിൾ ആണെങ്കിലും ഈ ഒരു വേരിയേഷൻ ഒക്കെ വൈറസ്
കളെ നമ്മളെ ബോഡിയിലുള്ള ന്യൂട്രലൈസേഷനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ വാക്സിൻ നമ്മളിങ്ങനെ ഇയർലി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. And which of the following influenza virus contains 7 RNA segments? Influenza C. Influenza C. Very good. Influenza C virus contain 7 segments, whereas A യും B യും ആണെങ്കിൽ they are having 8 segments. ഇനി okay, very good. Mumps virus belongs to the genus. Mumps virus belongs to the genus. ഇത് പഠിക്കണം കേട്ടോ നിങ്ങൾ. ഓർമ്മയുണ്ടോ? Very good. Rubella virus. Very good. Rubella virus is the correct answer. Mumps virus, Rubella virus ilana under Paramyxoviridae family. പിന്നെ അവർക്ക് നോൺ സെഗ്മെന്റഡ് ആയിട്ടുള്ള RNA ആണുള്ളത്. ഹീമോഗ്ലോബിനും ഉണ്ട്, ന്യൂറാമിനിഡേസും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RSV infection cause upper and lower respiratory tract infection. In which of the following ages RSV is a very common respiratory tract infection? Infants and young children. Very good. ഇൻഫൻസിലും യങ് ചിൽഡ്രനിലും കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ അതിൽ നോട്ട് ചെയ്യണേ. ഇൻഫൻസിലും യങ് ചിൽഡ്രനിലുമാണ് ഇവർ പ്രധാനമായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യമാണ് നിങ്ങൾ RSVയിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഒരു 4 വയസ്സാവുമ്പോഴേക്കും ഒരുവിധം എല്ലാ കുട്ടികളും ഇൻഫെക്റ്റഡ് ആവും. ഓക്കെ, മിക്കവാറും നമ്മള് ഒരു വയസ്സിനുള്ളിലായിട്ട് ഇത് വരും. പക്ഷെ നമുക്കൊരു 4 വയസ്സാവുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഇത് ഇൻഫെക്റ്റഡ് ആവും. അത്രക്കും കോമൺ ആണ്. RNA replication of influenza virus occurs in Nucleus. Very good. Nucleus. Very good. Replication of RNA virus ശരിക്കും നടക്കുക സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സെപ്ഷൻ ഉണ്ട്, റെട്രോ വൈറസിലും ഓർത്തോമിക്സോ വൈറസിലും. സോ ഇൻഫ്ലുവൻസ വൈറസ് ഏതാണ്? ഓർത്തോമിക്സോ വൈറസ് ആണ്. സോ ഇൻ കേസ് ഓഫ് റെട്രോ വൈറസ് ആൻഡ് ഓർത്തോമിക്സോ വൈറസ്, that is influenza, replication of RNA occurs in nucleus. Other all RNA viruses, RNA replication occurs in cytoplasm. Ini, what is elution? Reversal of hemagglutinin. Very good. Reversal of hemagglutinin. അതായത് ഹീമഗ്ലൂട്ടിനേഷൻ ചെയ്യുന്ന ആളാരാണ്? ഹീമഗ്ലൂട്ടിനിൻ ആണ്. വെരി ഗുഡ്. അപ്പൊ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്ന ജോലിയാണ് ന്യൂറാമിനിഡേസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എല്യൂഷൻ. വെരി ഗുഡ്. ന്യൂറാമിനിഡേസ് ആക്ച്വലി അവരുടെ പേര് പോലെ തന്നെ ഒരു എൻസൈം ആണ്, സൈലഡേസ് എൻസൈം ആണ്. ദാറ്റ് displaces hemagglutinin from RBC. That is reversal of hemagglutination called elution. And what is the incubation period of influenza virus? 80 to 72. 18 to 72 Hours. Very good. Short ആണ് കേട്ടോ. ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. 18 to 72 hours ആണ്, ഡേയ്സ് അല്ല. ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അയ്യോ, ഇതിൽ ഡേയ്സ് എന്നാണോ കൊടുത്തിട്ടുള്ളത്? ഇതല്ല കേട്ടോ ആൻസർ. അപ്പൊ എങ്ങനെ അങ്ങനെ വന്ന് നോക്കട്ടെ അതിന്റെ നോട്ട് എങ്ങനെ. ഇവിടെ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ എഴുതിയത് കറക്റ്റ് ആണ്. കൊടുത്തത് സി എന്നാണ് അല്ലെ. അതിന്റെ ആൻസർ എ ആണ് കേട്ടോ. കേട്ടില്ലേ? മാറിപ്പോവില്ലല്ലോ. 18 to 72 hours ആണ്. ഇവിടെ എഴുതിയത് കറക്റ്റ് ആണ്. ഷോർട്ട് ആണ്. പിന്നെ ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ്, ഇനോക്കുലം സൈസ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റൊരു കഥ അല്ലെ. ഇനോക്കുലം സൈസ് അതുപോലെ ആളുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമ്മളൊരു റേഞ്ച് പറയുമ്പോൾ അത് വളരെ ഷോർട്ട് ആണ്. ദാറ്റ് ഇസ് 18 to 72 hours. ഇനി മോസ്റ്റ് കോമൺ ഏവിയൻ ഫ്ലൂ സ്ട്രെയിൻ. വിച്ച് വൺ ഇസ് ദി മോസ്റ്റ് കോമൺ ഏവിയൻ ഫ്ലൂ സ്ട്രെയിൻ? H5N1. Very good. H5N1 is the most common avian flu strain that has been endemic in the world for past 15 years. Ini, which statement regarding RSV is false? ഏതാണ് false? No cytopathic. Very good. Very good. അതാണ് false. സൈറ്റോപതിക് എഫക്ട് ഉണ്ടാക്കുന്നുണ്ടോ RSV? Syncytial formation. ഏതാണ് സൈറ്റോപതിക് എഫക്ട്? Syncytial formation. Syncytial formation or multinucleated giant cell formation. Very good. അവര് യങ് ചിൽഡ്രനിലും ഇൻഫന്റിലും കാണുന്ന ഒരു റെസ്പിറേറ്ററി പാത്തജൻ ആണ്, മേജർ ആണ്. ശരിയാണ്.
ഡ്രോപ്ലെറ്റ് ഇൻഹലേഷൻ വഴിയാണ് ട്രാൻസ്മിഷൻ, അതും കറക്റ്റ് ആണ്. പിന്നെ ന്യൂമോ വൈറസിൽ വരുന്നതാണ് ഇവര്, അതും കറക്റ്റ് ആണ്. അവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരിക അല്ലെ. അപ്പൊ അതും കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് കേട്ടോ. സോ ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. സൈറ്റോപതിക് എഫക്ട് ഉണ്ടാക്കുന്നുണ്ട് സിൻസീഷ്യം ഫോർമേഷൻ. അതുകൊണ്ടാണ് ആ പേര് തന്നെ കിട്ടിയത്, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്. അതായത് ഇവര് സെല്ലിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലെല്ലാം കൂടി ജയന്റ് സെല്ലായിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആയിരുന്നോ? മനസ്സിലായിട്ടുണ്ടായിരുന്നോ? Yes, ma'am. ആ, എല്ലാരും ആൻസർ ഒക്കെ പറയുന്നുണ്ട്. കുറച്ചു പേര് മാറി നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അവര് പിന്നീട് ക്ലാസ് കേൾക്കുമായിരിക്കും അല്ലെ, ക്ലാസ് കേട്ട് പഠിക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് ക്ലാസ് ഒക്കെ കേൾക്കുക, നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക, അങ്ങനെ പഠിക്കുക. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടും, അതിനൊരു സംശയമില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? താങ്ക് യു.